ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും എല്ലാം കേട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് കരങ്ങളെറിഞ്ഞ് ഒരു കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർന്ന് നാം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് കേൾക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ആമേൻ നമ്മോട് ദൈവത്തിൻ്റെ വചനം പ്രസ്താവിക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് PMG പ്രസ്ഥാനത്തിൻ്റെ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, വൈസ് പ്രസിഡൻ്റായിട്ട് ഹല്ലേലൂയ ശുശ്രൂഷ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ ശക്തമായി കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വിലയേറിയ ഭക്തൻ RC കുഞ്ഞുമോൻ പാസ്റ്റർ അവറുകളെയാണ് നമുക്ക് കർത്താവ് നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായും വ്യക്തമായും വചനത്തിലൂടെ ദൈവം നമ്മോട് ഇടപെടും. ഹല്ലേലൂയ. ദൈവം വെറുതെ തൻ്റെ വചനം അയക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ വചനം അയച്ചാൽ അവന് ഇഷ്ടമുള്ളത് അവിടെ നിന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ ജീവിതങ്ങളിൽ അത് വലിയ രൂപാന്തരമായി അത് സംഭവിക്കും. ഹല്ലേലൂയ. അന്യായ ബന്ധനങ്ങളെ ദൈവം അഴിക്കും. ഹല്ലേലൂയ. അന്യായമായി ദൂഷ്ടനിട്ടിരിക്കുന്ന രോഗബന്ധനങ്ങളെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം ദൈവദാസനോട് അയച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഉപവാസം എന്ന് പറയുന്നത് ദൈവവചനം പറയുന്നത് ദൈവത്തിന് ഹല്ലേലൂയ പ്രസാദമുള്ള ഉപവാസം എന്ന് പറയുന്ന അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമ്മി കയറുകളെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്നാണ് കർത്താവ് പറയുന്നത്. ആയാൽ ആ ദൈവവചനത്തിലൂടെ ദൈവം വചനം അയക്കുകയാണ്. വചനം അയക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടമുള്ള ഈ കാര്യങ്ങൾ ഇവിടെ നടക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വിലയേറിയ ഭക്തനെ ഹല്ലേലൂയ ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നും കൂടി ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിന് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്ത് പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കും പങ്കാളിയാകുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകിയല്ലോ. അതൊരു പദവിയായി, അത് അനുഗ്രഹമായി ഞാൻ കരുതുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രാജീവ് സാറ്, ഇവിടെ ശുശ്രൂഷകരായിരിക്കുന്ന ആദരണീയനായ KV തോമസ് ഊട്ടി പാസ്റ്റർ, ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനും നമ്മുടെ ജനറൽ പ്രസിഡൻറ്റുമായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ, ഞാൻ വളരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ MA വർഗീസ് പാസ്റ്റർ അവറുകൾ, നമ്മുടെ കർത്തൃദാസന്മാർ പാസ്റ്റർ ഫെർഡിനാൻഡ് തോമസ്, പാസ്റ്റർ സജീവ്, പാസ്റ്റർ കോശി ഐസക്, മറ്റ് കർത്തൃദാസൻ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിന് സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. മിസ്രൈമിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം 600,000 ജനം, പുരുഷന്മാർ മാത്രം, 6 ലക്ഷത്തോളം പുരുഷന്മാർ, അവരുടെ ഭാര്യമാർ, അവരുടെ കുട്ടികൾ, എല്ലാവരും കൂടി 25, 30, 40 ലക്ഷം വരുമെന്നൊക്കെ പല കണക്കുകളും ആൾക്കാർ പറയുന്നുണ്ട്. ആ ജനത്തിനു വേണ്ടി മരുഭൂമിയിൽ വന്നപ്പോൾ കുടിക്കുവാൻ വെള്ളമില്ലാതെ വന്നു. ജനം പെറുവിർക്കാൻ തുടങ്ങി, ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി. മോശയോട് ദൈവം പറഞ്ഞു, നീ പാറയെ അടിക്കണം. 30, 40 ലക്ഷത്തിന് വേണ്ടുന്ന വെള്ളം ഒരു പാറയിൽ കരുതിയിരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് ചേർന്നൊന്ന് സ്തോത്രം ചെയ്യാമോ പ്രിയമുള്ള? എത്ര വലിയ ജനസംഖ്യ ആയിക്കൊള്ളട്ടെ, എത്ര സമൂഹമായിക്കൊള്ളട്ടെ, ദൈവത്തിന് കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പക്കൽ ധാരാളമുണ്ട്. വിശ്വസിക്കുന്നവരാണ് സ്തോത്രം ചെയ്യേണ്ടത്. കരുതുന്ന ദൈവമാണ്, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സന്നിധി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം കൃപ നൽകട്ടെ. ചില ചിന്തകൾ ദൈവസന്നിധിയിലേക്ക് വയ്ക്കുവാനായി താല്പര്യപ്പെടുകയാണ്. അതിന് ആധാരമായി 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായം, അവിടെ നിന്ന് 3 വാക്യങ്ങൾ എന്നെ വായിച്ച് സഹായിക്കണം. 15-ാം അധ്യായം 26-ാമത്തെ വാക്യം, 45-ാമത്തെ വാക്യം, 52-ാമത്തെ വാക്യം.
ഒടുക്കലത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. ലാസ്റ്റ് എനിമി. 45-ാമത്തെ വാക്യം. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ലാസ്റ്റ് ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. 52 കൂടി. ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. അന്ത്യകാഹളനാദത്തിങ്കൽ, ലാസ്റ്റ് ട്രംപറ്റ്. ഇതെല്ലാം പറയാൻ സമയം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയാൻ പറ്റുന്നത് പറയാനായി ശ്രമിക്കും. കൊരിന്ത്യ ലേഖനം വളരെ മനോഹരമായ ഒരു ലേഖനമാണ്. കൊരിന്ത്യ ലേഖനത്തിന് 1-ാം നൂറ്റാണ്ട് കാലത്താണ് കൊരിന്ത്യ ലേഖനം എഴുതിയതെന്ന് നാം എല്ലാവരും അറിയുന്നു. ഈ നൂറ്റാണ്ടിൽ എന്ത് പ്രസക്തിയാണ് ഈ ലേഖനത്തിനുള്ളത്? 1-ാം നൂറ്റാണ്ടിലെ കൊരിന്തു സഭ ധാരാളം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചിരുന്നു. അതിൽ ഒന്ന് അവരുടെ ഇടയിലുണ്ടായിരുന്ന പക്ഷമാണ്. 4 പക്ഷങ്ങൾ വ്യക്തമായി വെളിപ്പെട്ടു വന്നിരുന്നു. പൗലൂസിൻ്റെ പക്ഷം, അപ്പൊല്ലോസിൻ്റെ പക്ഷം, കേഫാവിൻ്റെ പക്ഷം, ക്രിസ്തുവിൻ്റെ പക്ഷം. ആ സഭകളെ, ആ പക്ഷങ്ങളെ എങ്ങനെ അന്നത്തെ കർത്തൃദാസന്മാർ, പൗലൂസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് ഇന്നത്തെ സഭ കണ്ടു പഠിക്കേണ്ട കാര്യമുണ്ട്. സ്തോത്രം. അതെങ്ങനെയാണ് പ്രശ്നങ്ങളെ പരിഹരിച്ചത്? പൗലൂസ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ച്, ദൈവമത്രേ വളരുമാറാക്കുന്നത്. നട്ടവനും നനച്ചവനും ഏതുമല്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നേതൃത്വം, ഇന്നത്തെ ദൈവസഭയുടെ ശുശ്രൂഷകന്മാർ, ദൈവസഭ പരിപാലിക്കുന്നവർ ദൈവസഭയുടെ അന്തസത്ത ഗ്രഹിക്കണം. കാരണം സ്വത്ര അന്നത്തെ പ്രശ്നങ്ങൾ അതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ ഇന്നുണ്ട്. 4 ഗ്രൂപ്പാണ് പണ്ടുണ്ടായിരുന്നെങ്കിൽ, 4 പക്ഷമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 40-ഓ 400-ഓ അതിലധികം പക്ഷങ്ങളായി മാറി. സഭകൾ പക്ഷങ്ങളെ കൊണ്ട്, ഗ്രൂപ്പുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ പാളയസഭയുടെ കാര്യം മാത്രമല്ല, പൊതുസഭകളെല്ലാം അങ്ങനെയാണ്. അതുമാത്രമല്ല, അന്നത്തെ ഒരു വലിയ പ്രശ്നമായിരുന്നു വ്യവഹാരത്തിന് പോവുക. പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ വ്യക്തിപരമായിട്ട് സഭാപരമായിട്ടൊക്കെ ധാരാളം പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ സഭ അഭിമുഖീകരിക്കുന്നു. പക്ഷേ അവിടുത്തെ സഭകളെല്ലാം ഓടി കേസിന് പോകുമ്പോൾ, വ്യവഹാരത്തിന് പോകുമ്പോൾ അവിടെ എങ്ങനെ അത് കൈകാര്യം ചെയ്യണമെന്ന് ദൈവസഭ പഠിക്കുവാനായിട്ടാണ് വാസ്തവത്തിൽ കൊരിന്ത്യ ലേഖനം വാസ്തവത്തിൽ നമ്മെ പഠിപ്പിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞു പോയ ഓരോ കാര്യങ്ങളും പറയേണ്ടി വരും. ഞാൻ ആ പോർഷൻ ഒന്ന് ഞാൻ നിർത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോൾ ധാരാളം സഭകൾ വാസ്തവത്തിൽ സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. അത്രയും പ്രശ്നങ്ങൾ അവർ വിശ്വാസത്തിലേക്ക് വന്നതിൻ്റെ പശ്ചാത്തലം നമുക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള പശ്ചാത്തലത്തിൽ നിന്നാണ് കൊരിന്ത്യ സഭയിലെ ആൾക്കാർ ഒരു സഭ രൂപപ്പെട്ടു വന്നപ്പോൾ, അവർ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അവർ മുമ്പുണ്ടായിരുന്ന അവരുടെ കൾച്ചർ, അവരുടെ സ്വഭാവം വീണ്ടും വീണ്ടും പൊങ്ങി വന്നതായി നാം പഠിക്കുന്നുണ്ട്. അത് വലിയ പ്രശ്നങ്ങളായി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവരെ അഭിമുഖീകരിക്കുമ്പോൾ എങ്ങനെ അതിനെ അതിജീവിക്കണം, എങ്ങനെ അതിനെ തർജ്ജനം ചെയ്യണം, എങ്ങനെ അതിനെ ഉപദേശിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. കാരണം പ്രശ്നങ്ങൾ വരുമ്പോൾ തർജ്ജനം ചെയ്യാൻ നമ്മൾ മറന്നു പോകരുത്. എങ്ങനെയെങ്കിലും ആകട്ടെ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോ എന്നൊരു നിലയിലാണെങ്കിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു വിശുദ്ധിയോ ദൈവത്തിൻ്റെ ഒരു ഇടപെടലോ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം. അതുകൊണ്ട് ഞാൻ പറയാം, തർജ്ജനം ചെയ്യേണ്ടടുത്ത് തർജ്ജനം ചെയ്യുവാൻ, പഠിപ്പിക്കേണ്ടടുത്ത് പഠിപ്പിക്കുവാൻ, ഉപദേശം പറയേണ്ടടുത്ത് ഉപദേശം പറയാൻ ദൈവസഭ തയ്യാറാകണം എന്നാണ് ഈ ഭാഗത്ത് നിന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഞാൻ ആ ഭാഗങ്ങളിലേക്ക്, ഞാൻ വായിച്ച ഭാഗങ്ങളിലേക്ക് വരികയാണ്. ഒന്നാമത്തത് 26-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഒടുക്കലത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. ഒടുക്കലത്തെ ശത്രു, ലാസ്റ്റ് എനിമി. 3 ലാസ്റ്റാണ് ഞാൻ ഇന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആദ്യത്തെ ചിന്ത മരണം എന്നുള്ളതാണ്. ഒടുക്കലത്തെ ശത്രുവായ മരണം. മരണമെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് പേടിയാണ്.
നമ്മുടെ സീനിയേഴ്സ് ദൈവാസന്മാരാരോ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞിട്ട് സ്വർഗത്തിൽ പോകാൻ താല്പര്യമുള്ള എല്ലാവരും കൈ ഉയർത്താനായിട്ട് പറയുന്നു. അപ്പോൾ എല്ലാവരും കൈ ഉയർത്തി. ഇപ്പോഴും പറഞ്ഞാലും നിങ്ങളെല്ലാവരും കൈ ഉയർത്തി. ആദ്യം പോകുന്ന ആരാന്ന് ചോദിച്ചപ്പോൾ ആരും കൈ ഉയർത്തിയില്ലെന്നോ. ശ്രോത്രം, കാര്യങ്ങളൊന്ന് ഗ്രഹിച്ച് വരാൻ തൊട്ട് മുമ്പുള്ള പെന്തക്കോസ്ത് സമൂഹം 30-35 വർഷത്തിന് മുമ്പുള്ള പെന്തക്കോസ്ത് സഭയിൽ മരണത്തിന് വേണ്ടി നമ്മെ തയ്യാറാക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ മാത്രമേ മരണത്തെ നമുക്ക് വെല്ലുവിളിക്കാനായിട്ട് പറ്റൂ. നമുക്കറിയാം, നമ്മൾ എത്ര ബലം പ്രയോഗിച്ചാലും 70-80 അങ്ങോട്ട് അല്ലെങ്കിൽ അല്പം കൂടി നീണ്ടുപോയാൽ ഈ കാലം വിട്ട് നമ്മൾ പോകേണ്ടി വരും. അപ്പോൾ വാസ്തവത്തിൽ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാകണം. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടാകണം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇവിടം വിട്ട് പോയാൽ എവിടെയാണ് പോകേണ്ടതെന്നൊരു ഉറപ്പ് നമ്മൾ പ്രാപിക്കണം. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടൊരു കഥ, ഒരു മരണ ശുശ്രൂഷയിൽ കേട്ടൊരു കഥയാണ്. ഇവിടെ മരണ ശുശ്രൂഷ ചെയ്യാൻ പോവുകയല്ല. ഒരു ദൈവദാസൻ്റെ 2 മക്കൾ. അതിൽ ഒരു പെൺകുട്ടിക്ക് 7 വയസ്സ്, അവളെ മൂത്തത് 12 വയസ്സ്. അപ്പോൾ 7 വയസ്സുള്ള പെൺകുട്ടിക്കൊരു മാരകമായ അസുഖമുണ്ടായി. സഭക്കാർക്ക് ആ പാസ്റ്ററോട് വലിയ സ്നേഹമാണ്, ഭാര്യയോട് വലിയ സ്നേഹമാണ്, മക്കളോട് വലിയ സ്നേഹമാണ്. ഈ കുഞ്ഞിനുണ്ടായ മാരക രോഗം കാരണം മരണത്തോട് മല്ലടിക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് അവളെ പറഞ്ഞു വിട്ടു, വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മരിച്ചു പോകുമെന്നൊരു ചിന്ത ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് ചെയ്തു. സഭ വിട്ടില്ല. സഭ വളഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മളെപ്പോലെ തന്നെ വളഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കുഞ്ഞിൻ്റെ ജീവൻ, ആരോഗ്യം മടക്കിത്തരണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1 ദിവസമായി, 2 ദിവസമായി അവിടുത്തെ സഭാപ്രമുഖരൊക്കെ വളഞ്ഞിരുന്ന് ഉപസിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുകയാണ്. ഈ കുഞ്ഞിനെ ജീവൻ മടക്കിത്തരണം. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായിട്ട് പ്രാർത്ഥനയ്ക്കൊന്നും ഒരു കുറവ് വരുന്നില്ല. ചിലർ ഉറങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം തലേദിവസം ഉറക്കം കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെ ആ കൂട്ടത്തിൽ ആ പാസ്റ്ററുടെ മൂത്ത മകള് ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയപ്പോൾ അവളൊരു സ്വപ്നം കണ്ട് എന്തെന്നറിയാമോ, ഈ ഇളയ അനിയത്തിയെ കൊണ്ടുപോകാനായി ദൈവത്തിൻ്റെ ദൂതന്മാർ അവരുടെ വാഹനവുമായി വന്നു നിൽക്കുകയാണ്. അവൾ പോകേണ്ടുന്നൊരു റൂട്ട് നല്ല വെളിച്ചമായി തെളിഞ്ഞു വന്നിരിക്കുകയാണ്. അവൾ പെട്ടെന്ന് ഉണർന്ന് അവൾ ചോദിച്ചു, അവൾ ഉറക്കെ നിലവിളിക്കുകയാണ്, അവളെ വിടുവിൻ, അവൾ പോകട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം കണ്ണു തുറന്ന് എന്തോ സംഭവം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു ദർശനം കണ്ടു, ഞാനൊരു സ്വപ്നം കണ്ടു. മോളെ ഇവിടെ കൊണ്ടുപോകാനായി ദൂതന്മാർ വന്നു നിൽക്കുന്നു, അവളെ കൊണ്ടുപോകാൻ രഥം വന്നു നിൽക്കുന്നു, അവളെ പോകേണ്ടെന്ന് വഴി തെളിഞ്ഞ് അങ്ങേറ്റത്ത് ഒരു കൊട്ടാര സമമായ വീട് ഞാൻ കാണുന്നു, അവളുടെ സമയമായി, അവളെ വിട്ടയക്കൂ എന്ന് പറയുന്ന ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സംഭവചരിത്രം കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ എവിടെയാണ് പോകേണ്ടത്? നമുക്കൊരു നല്ല ബോധ്യം നമുക്കുണ്ടാകണം. ഇല്ല എങ്കിൽ വിശ്വാസത്തിൽ പതർച്ച വരും. ശുശ്രൂഷകന്മാരായ പലരും മരണസമയത്ത് ഭയപ്പെടുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അവർ വിലപിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം, ചിലർ ധൈര്യത്തോടെ സ്തോത്രം അവർ മരണത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായത് നമ്മൾ കണ്ടിട്ടുണ്ട്. യേശു തന്നെ മരണം ആസ്വദിച്ചു എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനത്തിലാണ് മരണം അനുഭവിച്ചു. മരണം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അറിയാം, ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത്. സ്തോത്രം, മരണം എങ്ങനെയാണ് ടേസ്റ്റ് ചെയ്യാൻ കഴിയാതെ അത് അനുഭവിച്ചുകൊണ്ട് സ്തോത്രം നിത്യതയിലേക്ക് യാത്രയാകുവാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യകരമായ അവസ്ഥ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. മരണങ്ങളെ 3ആയിട്ടാണ് ബൈബിൾ തിരിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ഡെത്ത്, ശാരീരിക മരണം, ആത്മീയ മരണം, നിത്യമരണം. ഒന്നും കൂടി പറയാം, ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ പറയുന്നു എന്ന് വിചാരിക്കുക. ശാരീരികമായ മരണം, ആത്മീയമായ മരണം,
നിത്യമായ മരണം. ശാരീരിക മരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂട്ടിൽ നിന്ന് ജീവൻ അടർന്നു പോകുന്നതിനെയാണ്. ഒന്നും കൂടി പറയാം, ഈ കൂട്ടിൽ നിന്ന് ജീവൻ അടർന്നു പോകുന്നതിനെയാണ്. അതാണ് കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം. അറിയാവുന്ന വാക്യമൊക്കെ ചേർന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. ആ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം, ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു എന്നാണ്. അപ്പോൾ ഈ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂടാരത്തെ, ഈ ശരീരത്തെയാണ്. സമ്മതിക്കുന്നുണ്ടല്ലോ അല്ലേ? ഈ ശരീരം ഒരു ദിവസം പൊളിഞ്ഞു പോകും അല്ലേ? സ്തോത്രം. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്, ഈ കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം, ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് അറിയുന്നു. ചിലർ തെറ്റിച്ച് പ്രസംഗിക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. ദാനമായൊരു കെട്ടിടം എന്നുള്ളത് സ്വർഗമാക്കി പ്രസംഗിക്കുന്നതുണ്ട്. പക്ഷേ അത് ശരിയായ ട്രാൻസ്ലേഷനും ശരിയായ വ്യാഖ്യാനവും അങ്ങനെയല്ല. ഈ കൂടാരം പൊളിഞ്ഞു പോയാൽ ഒരു സ്വർഗീയ കൂടാരം ദൈവം നമുക്ക് തരുന്നു എന്നാണ്. അതിനെക്കുറിച്ച് പറയുന്നത്, യേശു ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ലഭിച്ച അതേ ശരീരം സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകപ്പെടുകയാണ്. ഇന്ന് രോഗമുള്ള, പ്രശ്നങ്ങളുള്ള, ക്ഷീണമുള്ള, ബലഹീനമുള്ള ഈ ശരീരം പൊളിഞ്ഞിട്ട് ഒരു സ്വർഗീയ ശരീരം നമ്മൾ പ്രാപിക്കാൻ പോവുകയാണ്. ഞാൻ പറയാം, ഈ ശരീരത്തെ നോക്കിയിട്ട് പറയാം, നീ എനിക്ക് ക്ഷീണം കൊണ്ടുവരുമെന്ന് എനിക്കറിയാം, നീ എനിക്ക് രോഗം കൊണ്ടുവരുമെന്ന് അറിയാം, നീ എനിക്ക് വ്യാധി കൊണ്ടുവരുമെന്ന് അറിയാം, നീ എനിക്ക് വേദന കൊണ്ടുവരുമെന്ന് അറിയാം. പക്ഷേ ഇതെല്ലാം ഒരു ദിവസം പൊളിഞ്ഞു പോകും. ഹല്ലേലൂയ. വേദനയില്ലാത്ത, ക്ഷീണമില്ലാത്ത ഒരു തേജസ്സിന്റെ ശരീരം സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകപ്പെടും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയട്ടെ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം, ദൈവത്തിന് ദാനമായ ഒരു കെട്ടിടം സ്വർഗത്തിലുണ്ട് എന്ന് ഞങ്ങൾ അറിയുന്നു. വേദപുസ്തകത്തിൽ മരണത്തെക്കുറിച്ച് നമ്മൾ വളരെ പ്രസിദ്ധമായി ചിന്തിക്കുകയും ധ്യാനിക്കുകയും പറയുകയും ചെയ്യുന്നൊരു വാക്യമാണ്, പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. സ്വതന്ത്ര മരണത്തിൻ്റെ മൂലകാരണം പറഞ്ഞതേ ഉള്ളൂ. മരണം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു നീതി കൂടിയാണ്. നിങ്ങൾ എത്ര പേരത് വിശ്വസിക്കും, സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. മരണം ഒരു നീതി കൂടിയാണ്. കാരണം കുഞ്ചൻ നമ്പ്യാർ പണ്ട് പറഞ്ഞതുപോലെ 500 വയസ്സുള്ള അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു എന്നൊരു സ്ഥിതി കാലമില്ലാത്തൊരു കാലത്തെക്കുറിച്ച് വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ പ്രായം കൊണ്ട് ഇങ്ങനെ നീണ്ടു പോയാൽ നമ്മുടെ ജീവിതം ഒരു നരകയാതനയായിരിക്കും. ആ സമയത്ത് ദൈവത്തിൻ്റെ ഒരു നീതിയാണ് മരണമെന്ന് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ട് മരണം നമുക്ക് അത്യാവശ്യമാണ്, നിർബന്ധമാണ്. കാരണം ഈ ശരീരം പൊളിഞ്ഞു പോയാൽ മാത്രമേ, അത് നമ്മൾ വായിച്ചതായ 50-ാമത്തെ വാക്യം, 52-ൻ്റെ മുകളിലത്തെ വാക്യങ്ങൾ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. അപ്പോൾ ഈ ശരീരം പൊളിഞ്ഞു പോയാൽ മാത്രമേ നിത്യത പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അതിൻ്റെ അർത്ഥം മരണം അനിവാര്യമാണ്. അതുകൊണ്ട് നമ്മൾ മരണത്തെ കണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് വേണ്ടത്. യേശു പറഞ്ഞതുപോലെ മരണം ആസ്വദിക്കുവാൻ, മരണം അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം. ഇതാണ് ശാരീരിക മരണത്തെക്കുറിച്ച് പറയുന്ന ചില ചിന്ത. രണ്ടാമത്തെ മരണത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ആത്മീയ മരണം എന്നാണ്. ആത്മീയ മരണം എന്ന് പറയുന്നത് നമ്മൾ ജീവിച്ചിരിക്കവേ തന്നെ, സ്തോത്രം, നമ്മൾ പാടുകയും കൈയടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ആത്മീയ മരണം സംഭവിക്കാം. ആത്മീയ മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പാപത്തിന് അറിഞ്ഞോ അറിയാതെയോ വിധേയപ്പെടുമ്പോൾ നമ്മൾ ആത്മീയ മരണം സംഭവിക്കും. മറന്നു പോകരുത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ
നമ്മൾ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, വേണമെങ്കിൽ നമ്മൾ ആരാധനകളിലോ പ്രാർത്ഥനകളിലോ ഒക്കെ പങ്കെടുക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന ഒന്നാണ്, സ്വത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാപം നമ്മളിലേക്ക് ഇടപെടുമ്പോൾ, പാപം നമ്മളിൽ കർത്തൃത്വം നടത്തുമ്പോൾ നമുക്ക് സംഭവിക്കുന്നൊരു മരണമാണ് ആത്മീയ മരണം എന്ന് പറയുന്നത്. ദൈവത്തിന് മഹത്വം. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. പാപം നമ്മളെ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു. റോമാലേഖന വാക്യം ഒന്ന് വായിക്കണമേ. റോമാലേഖനം 7-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. കണ്ടോ, പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു. അപ്പൊ പാപം ഒരു അവസരം നോക്കി നടക്കുക, ഒരു ചാൻസ് നോക്കുക. എന്തിനാ? ചതിക്കാനാ. പാവം ചതിക്കും കേട്ടോ, ചതിച്ചിട്ട് കൊല്ലും. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണേ. അവൻ പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു എന്നാണ്. അപ്പോൾ പാപം അവസരം നോക്കി കിടക്കുകയാണ്. ഈ ഹാബേലിൻ്റെ കായിൻ്റെ യാഗവുമായി ബന്ധപ്പെട്ട ആ തൊട്ടടുത്ത വാക്യങ്ങൾ, എനിക്കൊന്ന് 7-ാമത്തെ വാക്യത്തിലാണെന്ന് തോന്നുന്നു. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് പാപം വാതിക്കൽ കിടക്കുകയാണ്. അതെല്ലാവരും എനിക്ക് ഇഷ്ടമുള്ളൊരു വാക്കാ. പാപം ചെയ്യുന്നുവെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. അവിടെ നിൽക്കട്ടെ. പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ നിന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ പറയുന്നത് പാപം നിന്റെ വാതിക്കൽ കിടക്കുകയാണ്. വാതിക്കൽ കിടക്കുക, എല്ലാവരും ഭാവനയെ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ വാതിൻ്റെ അവിടെ വന്ന് കിടക്കുകയാണ്. ഞാൻ ആ വാതിൽ തുറക്കില്ല. അങ്ങനെയല്ല, നീ പോകുന്നിടത്ത് പാപം കിടക്കുകയാണ്. ഒരു കമൻട്രിയിൽ പറയുന്ന ചിന്ത ഇങ്ങനെയാണ്: സകല ബലവും സംഭരിച്ച് നിന്റെ മേൽ ചാടി വീഴത്തക്കവണ്ണം അവൻ പതുങ്ങിക്കിടക്കുകയാണ്. ഒന്നും കൂടി പറയാം: സകല ബലവും സംഭരിച്ച് നിന്റെ മേൽ ചാടി വീഴത്തക്കവണ്ണം അവൻ പതുങ്ങിക്കിടക്കുകയാണ്. അവൻ അവസരം കിട്ടിയാൽ അവൻ നിന്റെ മേൽ ചാടി വീഴും. അതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന വചനം എന്താ? പാപം അവിടെ എഴുതിയിരിക്കുന്നത് പാപം നിന്റെ വാതിക്കൽ കിടക്കുകയാണ്, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. അവിടുത്തെ വാക്ക് അത് നീ കീഴ്പ്പെടുത്തണം. നീയോ അതിനെ കീഴ്പ്പെടുത്തണം, കീഴടക്കണം. എന്തിനെ കീഴടക്കണം? പാപത്തെ കീഴടക്കണം. നിന്റെ ബലം പ്രയോഗിച്ചുകൊണ്ട് നിന്റെ ആരോഗ്യമെടുത്ത്, എനിക്ക് ഇത്ര ആരോഗ്യമുണ്ട്, ഞാൻ പാപം വന്നാൽ ഞാൻ തൂക്കിയെടുത്ത് തറയടിക്കും. അല്ലേ, നമ്മുടെ തിരുവനന്തപുരം ഭാഷ പറഞ്ഞതാണ് കേട്ടോ. ഞാൻ പാപം വന്നാൽ ഞാൻ തൂക്കിയെടുത്ത് ദൂരെ എറിയും. ആ ബലം പ്രയോഗിക്കാൻ നിനക്ക് കഴിയില്ല, നീ തോറ്റുപോകും. നീ പാപത്തോട് ബലപ്രയോഗം നടത്താൻ വേണ്ടി നീ തയ്യാറാകണ്ട. നിന്റെ പ്രായം ഒരു പ്രശ്നമല്ല, നിന്റെ സമ്പദ്ഘടന ഒരു പ്രശ്നമല്ല, നിന്റെ ആരോഗ്യം ഒരു പ്രശ്നമല്ല, നിന്റെ വിദ്യാസമ്പന്നത ഒരു പ്രശ്നമല്ല. നീ തോറ്റുപോകും. അതിന് ഞാൻ പറയുന്ന ഒരു കാര്യം, അവൻ്റെ അവസരത്തെ നീ ഇല്ലാതാക്കണം. നീ ഒഴിഞ്ഞു പോകണം, ഇട്ടിട്ടോടിക്കണം. ഇല്ലെങ്കിൽ നീ പരാജയപ്പെടും. ഞാൻ ഈ പറയുമ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഒത്തിരി പേരുടെ ചരിത്രങ്ങളാണ് ഓർമ്മ വരുന്നത്. നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച അനേക ഭക്തന്മാർ വളരെ ശക്തമായി കർത്തൃസന്നിധിയിൽ നിവരെ നിന്ന് ശുശ്രൂഷിച്ച എത്രയോ എണ്ണം ലിസ്റ്റിലില്ലാതെ പുറത്തു പോകേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, പാപത്തോട് നീ ബലപ്രയോഗം നടത്താൻ വേണ്ടി ശ്രമിക്കണ്ട. നീ പാപത്തെ ജയിക്കാൻ വേണ്ടി നീ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ പാപം നിന്റെ വാതിൽ കിടക്കുകയാണ്, അതിൻ്റെ ആഗ്രഹം നിന്നോടാണ്, നീയോ അതിനെ കീഴ്പ്പെടുത്തണം. ഇനി ഞാൻ ചോദിക്കുന്നു, അത് നീ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നേ? അത് നിന്നെ കീഴ്പ്പെടുത്തും.
പണ്ട് പ്രവാചകന്മാർ പറയുന്നൊരു വാക്കുണ്ട്, പദപ്രയോഗമുണ്ട്, നിന്നെ ചവച്ച് ചവച്ച് ചണ്ടിക്കൂമ്പാരമായി തുപ്പിക്കളയും. നീ ജയിക്കണം കേട്ടോ, നീ ജയിക്കണം. ഇന്ന് പകല് ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യ സമയങ്ങളിൽ പാപത്തെ ജയിക്കുവാനുള്ള ഒരു കരുത്ത് നാം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കണം. ഉപവാസ പ്രാർത്ഥന ബലം സംഭരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ഓർക്കണം. പാപത്തെ എനിക്ക് ജയിക്കണം. ഏതൊക്കെ വഴിയിലൂടെയാണ് അത് കടന്നു വരുന്നത് എന്ന് നിനക്കറിയാതിരിക്കുമ്പോൾ നീ തിരിച്ചറിയണം ഏത് വഴിയിൽ കൂടിയാണ് പാപം എൻ്റെ മേൽ എന്നെ ദൃഷ്ടി വെച്ചാൽ, എനിക്കെതിരെ യുദ്ധത്തിന് വന്നാൽ, എന്നോട് പൊരുതുവാൻ വന്നാൽ ഞാനതിനെ ജയിക്കുമെന്നുള്ള കരുത്ത് ഇന്ന് രാത്രി പ്രാപിക്കുവാൻ കഴിയാതെ വന്നാൽ നിന്റെ ഉപവാസം നഷ്ടമാകും. അതുകൊണ്ട് ഉപവാസം പ്രയോജനപ്പെടുവാനായി നീ തയ്യാറാകണം. നീ പാപത്തെ ജയിക്കുവാനായി തയ്യാറാകണം. നമുക്ക് അല്പസമയം ചേർന്ന് സ്തോത്രം ചെയ്യാം. പാപത്തെ അതിജീവിക്കുവാനുള്ള ഒരു വലിയ കൃപ ദൈവം നമ്മുടെ മേൽ പകരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ വരട്ടെ. പാപത്തെ അതിന്റെ രാഗഭോഗങ്ങളോടുകൂടി ക്രൂശിക്കുവാൻ തക്കവണ്ണം കഴിയട്ടെ. ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപത്തെ ജയിക്കുക, പാപത്തെ ജയിക്കുക, പാപത്തെ ജയിക്കുക, പാപത്തെ ജയിക്കുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഓ പാപത്തെ ജയിക്കുക. ഈ ആത്മീയ മരണം സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ മരിപ്പിക്കണം. ചിലതിനെ മരിപ്പിക്കണം. മരിപ്പിക്കാന്ന് പറഞ്ഞാൽ കൊല്ലണം. ചിലതിനെ വിട്ടുകളയണം. കൊലോസ്യലേഖനത്തിൽ ആ ഭാവം പറയുന്നത്. കൊലോസ്യലേഖനം 3-ാമത്തെ അധ്യായം 5 മുതലുള്ള വാക്യങ്ങളിലാണ് അത് പറയുന്നത്. വേണമെങ്കിൽ ഇത് വേഗത്തിൽ ഒന്ന് വായിക്കുന്നതായിരിക്കും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ മരവിപ്പിക്കണമെന്നല്ല, കൊല്ലണമെന്നാണ്. കൊല്ലണം. പാപത്തെ കൊല്ലണം. തീരുമാനമെടുക്കണം കേട്ടോ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ പാപത്തെ ജയിക്കാൻ പോവുക. പാപത്തെ പൗലോസ് ഒരിക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പ്രസംഗിച്ചിട്ട് കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ണിപ്പിച്ചടിമയാക്കും. അപ്പം നമ്മളിതിനെ ജയിക്കണം കേട്ടോ, ജയിക്കണം. നമ്മൾ ഇതിനെ കൊല്ലണം. എനിക്ക് തോന്നുന്നു ദാവീദ് ഒരിക്കൽ 101-ാം സങ്കീർത്തനത്തിലാണ് രാവിലെ തോറും ദുഷ്ടന്മാരെ കൊല്ലുന്നു എന്നൊരു വാക്ക് 101-ാം സങ്കീർത്തനത്തിലാണ്. കണ്ടോ, നമ്മൾ കൊല്ലേണ്ട ചിലതുണ്ട്. അത് ഏതൊക്കെയാ? ദുർനടപ്പ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. നിങ്ങളെ മരിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു വാക്യം നോട്ടീസ് എഴുതി നമ്മൾ കിടക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കുന്നത് നല്ലതാണ്. രാവിലെ തോറും കൊല്ലേണ്ട കാര്യമായി പറയുന്നത്. എന്തൊക്കെയാണ് കൊല്ലേണ്ടത്? ദുർനടപ്പ് കൊല്ലണം. ഞാനത് പിന്നത്തേൽ വിശദീകരിക്കും. ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, അത്യാഗ്രഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെയുള്ള നിങ്ങളുടെ ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കണം. മറന്നുപോലെ കേട്ടോ, നിങ്ങൾ മരിപ്പിക്കണം, നിങ്ങൾ കൊല്ലണം. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല കേട്ടോ, പാപത്തെ ജയിക്കാൻ പറ്റില്ല. ഇതിനെ കൊല്ലാതെ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റില്ല. അതിൻ്റെ ആസക്തിയോട്, അതിൻ്റെ മോഹത്തോട്, അതിൻ്റെ പ്രേരണകളോട് നമ്മളിതിനെ സന്ധിയില്ലാ സമരം ഉണ്ടാകണം, അല്ലെങ്കിൽ നമ്മൾ ജയിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഇതിനെ കൊല്ലുന്നവരാകണം. അടുത്ത വാക്യത്തിലേക്ക് അതായത് മരിപ്പിക്കണം എന്ന ഭാഗം കണ്ടു. അടുത്ത കാര്യം കൂടി നോക്കണമേ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുൻപേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, അവിടെ കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവയൊക്കെയും വിട്ടുകളയണം. വിട്ടുകളയേണ്ട ചിലത്.
എല്ലാവരും കേട്ടോളാം കേട്ടോ. വിട്ടുകളയേണ്ട ചിലത് എന്തൊക്കെയാണ്? കോപം വിട്ടുകളഞ്ഞേരെ പിടിച്ചുകൊണ്ടിരിക്കരുത്. എന്നോടൊരാൾ ചോദിച്ചു, ഈ കോപവും ക്രോധവും തമ്മിൽ വ്യത്യാസം എന്താണ്? കേട്ടാൽ നമുക്കൊരുപോലെ ഇരിക്കും. കോപം നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യവും, ക്രോധം എന്ന് വെച്ചാൽ പക കരുതി വെച്ച് നമ്മൾ കാട്ടുന്ന ദേഷ്യമാണ്. ഇത് രണ്ടും വലിയ അപകടമാണ്. നിങ്ങളിത് വിട്ടുകളയണം. ആരോടെങ്കിലും എന്തെങ്കിലും പക നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കരുതേ. അത് വലിയ കൊലപാതകത്തിൽ ചെന്നേ തീരുകയുള്ളൂ. ഈ കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളെ നിങ്ങളൊന്ന് പഠിച്ചു നോക്കണം. പകകളാണ്. ഇപ്പോൾ പണ്ട് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കുറവ് വന്നിട്ടുണ്ട്. രാഷ്ട്രീയ കൊലപാതകമൊക്കെ കണ്ണൂരോട്ടൊക്കെ മാറ്റി വെച്ച് ഇവിടെയൊന്നും വലുതായിട്ടൊന്നും കാണുന്നില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഓർത്ത് പറയുക എന്നുള്ളതാണ്. എന്നോട് പറഞ്ഞു, നീ മറ്റുള്ളവരുടെ പകയെ നീ ക്ഷമിക്കാതിരുന്നാൽ നിൻ്റെ പിഴകളെ ഞാൻ ക്ഷമിക്കുകയില്ല. നീ എത്ര പ്രസംഗിച്ചാലും ശരി, എത്ര ബഹളം ഉണ്ടാക്കി നീ ആരാധിച്ചാലും ശരി, നീ മറ്റുള്ളവരുടെ പിഴകളെ ക്ഷമിക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ എന്താ പറ്റുന്നത്? നിൻ്റെ പിഴകളെ ഞാൻ ക്ഷമിക്കില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി എന്നുള്ളതാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ നിർത്തി. ഞാൻ കഴിഞ്ഞ ദിവസം എം എ വർഗീസ് സാറിനോട് ഈ കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ചിന്ത. ഞാൻ നിർത്തി കർത്താവേ, നിർത്തി എന്ന് പറഞ്ഞു. അപ്പോഴെന്നോട് ചോദിച്ചു, നിനക്ക് വന്ന നഷ്ടങ്ങളെ നികത്താനായിട്ട് അപ്പം എൻ്റെ ചോദ്യമാണ്, എന്താ ദൈവമേ എനിക്ക് വന്ന നഷ്ടങ്ങളെ എങ്ങനെ പരിഹരിക്കും? അപ്പോൾ ദൈവം പറഞ്ഞ്, അവൻ്റെ തലയിൽ തേങ്ങ വീണാൽ അല്ലെങ്കിൽ അവളെ തലയിൽ തേങ്ങ വീണാൽ നിനക്കെന്ത് ലാഭമാണ് ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ശത്രുവിനൊരു വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായാൽ, അയാൾക്കൊരു നഷ്ടം ഉണ്ടായാൽ നിങ്ങൾക്കെന്ത് ലാഭമുള്ളത്? നിങ്ങൾക്ക് ഊറി ചിരിക്കാൻ ഒരു പക്ഷേ ഉണ്ടായിരിക്കും. അത് ദൈവസന്നിധിയിൽ പാപമാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആ നഷ്ടം നികത്തുക എന്നുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കണം. ഇട്ടിട്ട് ആ കോപവും ക്രോധവും പകയെല്ലാം അങ്ങ് വിട്ടേക്കണം. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒലിച്ചു മാറട്ടെ. ഹല്ലേലൂയ, ഒഴുകി മാറട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പകകൾ കരുതി വച്ചിരിക്കുന്ന, പിണക്കങ്ങൾ കരുതി വച്ചിരിക്കുന്ന, ഭർത്താവിനോടുള്ള പക, ഭാര്യയോടുള്ള പക, മക്കളോടുള്ള പക, സഹോദരന്മാരോടുള്ള പക, സഭക്കാരോടുള്ള പക, ഇവയെല്ലാം നാട്ടുകാരോടുള്ള പക എല്ലാം ഒഴിച്ചു, ഹല്ലേലൂയ, അത് ഒലിച്ചു മാറട്ടെ. നിങ്ങളൊന്ന് ഫ്രീ ആകുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളുടെ ഇടയിലുള്ള എല്ലാ തിന്മകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവർക്കും ഒന്ന് കൈയടിച്ച് ഒന്ന് സ്തോത്രം ചെയ്ത് ആ ദൂതം ഏറ്റെടുക്കാൻ കഴിയട്ടെ. ഓ, പക മാറട്ടെ, പിണക്കം മാറട്ടെ, കോപം മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഫ്രീ ആകാം. നമ്മുടെ കോപവും ക്രോധവും ഈർഷ്യയും ദൂഷണം, ദുർഭാഷണം ഒക്കെ നമുക്ക് വിട്ടുകളയാം. സ്വതന്ത്രം. ഈ ദൂഷണം എന്തുവാ? ദൂഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടുകളയേണ്ട കാര്യങ്ങൾ അറിയാതിരുന്നാൽ നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റില്ല. എന്താ ദൂഷണം എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരെ ദുഷിക്കുന്ന വാക്കുകൾ പറയുന്നു. ദുർഭാഷണം എന്തുവാ? സ്വതന്ത്രം. ആവശ്യമില്ലാതെ പറയുന്ന കാര്യങ്ങളും. എൻ്റെ ഭാഷയിൽ ഞാനത് ധ്യാനിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഇതിനകത്ത് ഓറൽ സെക്സ് വരെ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മളിതൊക്കെ വിടണം. ഈ ഫോണിലൂടെയുള്ള നമ്പറുകളെല്ലാം മതിയാക്കി നിങ്ങൾ ആഴത്തിൽ ശുദ്ധീകരണം ഏറ്റെടുക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആഴത്തിൽ ദൈവശുദ്ധീകരണം വരുത്തണം. അപ്പോൾ ദുർഭാഷണമൊക്കെ അങ്ങ് വിട്ടേക്കണം. ആവശ്യമില്ലാത്തതിനെ ഒന്നും കൊണ്ട് നടക്കരുത്. സ്തോത്രം. അങ്ങനെ നമ്മൾ ആഴത്തിൽ ഒരു ശുദ്ധീകരണം ഏറ്റെടുക്കുവാനാണ് ദൈവം നമ്മോട് പറയുന്നത്. കോപം, ക്രോധം, ഈർഷ്യ, ദൂഷണം, ദുർഭാഷണം ഇതൊക്കെ വിട്ടുകളയണം. സ്വതന്ത്രം. ഇപ്പം ആർക്കുമില്ല, ദൂഷണമൊന്നുമില്ല, എല്ലാം ക്ലീനാണ്. അടുത്ത വാക്യത്തിലേക്ക് പോകുന്നു. അന്യോന്യം ഭോഷ്ക് പറയരുത്, കള്ളം പറയരുത്. അടുത്ത വാക്യം, നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. അപ്പൊ ഉരിഞ്ഞു കളയേണ്ട ചിലതുണ്ട്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. അടുത്ത വാക്യത്തിൽ വന്ന് അടുത്ത വേഗത്തിൽ പോകട്ടെ.
അടുത്ത വാക്യം കൂടി. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അടുത്ത വാക്യം കൂടി. അതിൽ യവനനും യഹൂദനും എന്നില്ല, ആരെന്നൊന്നും വ്യത്യാസമൊന്നുമില്ല, പരിച്ഛേദനയും അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തുവത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. അടുത്ത വാക്യം കൂടി. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി. ഈ വൃതന്മാരെന്ന് പറഞ്ഞ പ്രതിഷ്ഠാജീവിതമുള്ളവരെയാണ് വൃതന്മാർ. വൃതട്ടരെന്ന് പറയുന്നത് നമ്മളെല്ലാം വൃതന്മാരാണ്. നമ്മൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഞങ്ങൾ തൊടില്ല, ചിന്തിക്കൂല, പ്രവർത്തിക്കൂല എന്നൊക്കെ പറഞ്ഞ് തീരുമാനമെടുത്തവരാണ്. അതിനെയാണ് വൃതന്മാരെന്ന് പറയുന്നത്. അവരെയാണ് പ്രതിഷ്ഠാ ജീവിതമുള്ളവരാണ് പ്രതിഷ്ഠന്മാരെന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്. നിങ്ങൾക്കുണ്ടാകേണ്ട ചില കാര്യങ്ങൾ: മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുക. ഇത് വീട്ടിൽ പോയി കൂടെ വായിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് തോന്നും. വായിക്കുമ്പോൾ ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ക്ഷമിക്കുക. അടുത്ത വാക്യം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അടുത്ത വാക്യം. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. അപ്പോൾ നിങ്ങൾ ധരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ മരിപ്പിക്കേണ്ട ചില കാര്യങ്ങൾ, നിങ്ങൾ വിട്ടുകളയേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഉരിഞ്ഞു കളയേണ്ട കാര്യങ്ങൾ ഉണ്ട്. അത് നിങ്ങൾ എണ്ണം പറഞ്ഞ് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ നിങ്ങൾ ധരിക്കേണ്ട ചിലതുണ്ട്. അത് ഞാനിവിടെ പറഞ്ഞു. അവസാനം സ്നേഹം ധരിപ്പീനെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് സ്തോത്രം ആത്മീയ മരണം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്ക് ബാക്കി എന്തും നമ്മൾ സഹിക്കാം. ആത്മീയ മരണം നമുക്ക് സംഭവിച്ചാൽ നമ്മൾ മീശയെടുത്തിട്ടോ, നമ്മൾ ആഭരണം മാറ്റിയിട്ടോ, വെള്ള വസ്ത്രം ധരിച്ചിട്ടോ, ഫുൾ കൈ ഇട്ടുകൊണ്ട് നടന്നിട്ടോ ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് ആത്മീയ മരണം സംഭവിക്കുന്ന കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ വേണം നാം അതിനെ കാണാനെന്ന് നമ്മളൊന്ന് സ്വയം പരിശോധിക്കണം. നമ്മളെല്ലാം നോക്കിയിരിക്കുമ്പോൾ തന്നെ സ്തോത്രം ആത്മീയ മരണം സംഭവിക്കാം. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, എല്ലാവരും ആത്മീയ മരണം സംഭവിക്കാതെ വരണം. അവരുടെ ആത്മീയ ജീവിതത്തെ പക്വമായി സൂക്ഷിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കും. ഞാൻ ആ ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അപ്പോൾ ശാരീരിക മരണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു, ആത്മീയ മരണത്തെക്കുറിച്ച് പറഞ്ഞു. മൂന്നാമത്തതും അവസാനത്തുമായ മരണമാണ് നിത്യമരണം എന്ന് പറയുന്നത്. നിത്യമരണം എന്നതിന് വേറൊരു പേര് കൂടി വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട്. അതിൻ്റെ പേരാണ് രണ്ടാം മരണം എന്ന് പറയുന്നത്. രണ്ടാം മരണം എന്ന് പറയുന്നത്. രണ്ടാം മരണം എന്ന വാക്ക് ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം കാണുന്ന ഒരു കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ മാത്രം കാണുന്ന പ്രയോഗമാണ് രണ്ടാം മരണം എന്നുള്ളത്. അത് 4 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അതും കൂടെ ഒന്ന് ധ്യാനിക്കുമ്പോൾ നമ്മുടെ സമയം കഴിയുമെന്ന് കരുതുന്നു. അവിടെ വെളിപ്പാട് പുസ്തകത്തിൽ 4 മാത്രമാണ് രണ്ടാം മരണം എന്നുള്ള പേരുള്ളത്. ഒന്ന് വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 11-ാം വാക്യത്തിലാണ്. അത് സ്മുർണ സഭയോട് പറയുന്ന വളരെ ഡീപ്പായിട്ടുള്ളൊരു ആലോചനയാണ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ്. ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല എന്നാണ്. അപ്പോൾ സ്മുർണ സഭയോട് പറയുന്ന ഒരു ശക്തമായ ദൂതാണ്, നീ ജയിക്കണം. ജയിച്ചാൽ നിനക്ക് രണ്ടാം മരണത്തിൽ നിനക്ക് ദോഷം വരികയില്ല. സ്മുർണ സഭയോട് പറയുന്ന ദൂതാണെങ്കിൽ ഏത് കാര്യം ജയിക്കണമെന്നാണ്. സ്മുർണ സഭ നിങ്ങൾ വായിച്ചു നോക്കണം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 7 സഭകളിൽ 2 സഭകളെ കുറ്റപ്പെടുത്തുന്നില്ല, ബാക്കിയുള്ള 5 സഭകളെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. എല്ലാ സഭകളെയും കാര്യം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും ആദ്യത്തെ സഭയുടെ കുറ്റം എന്തെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം
കുറ്റം നിന്നെക്കുറിച്ച് അങ്ങനെ പറയുന്ന 5 സഭയ്ക്കും കുറ്റം പറയുന്നുണ്ട്. കുറ്റം പറയാത്ത 2 സഭയാണ്. ഒന്ന് സ്മുർന സഭയും മറ്റൊന്ന് ഫിലദൽഫിയ സഭയും. 2 സഭയും കുറ്റപ്പെടുത്തുന്നില്ല. 2 സഭയും വളരെ കട്ടം സഹിക്കുന്ന സഭയാണ്. ഈ വെളിപ്പാട് പുസ്തകം സ്മുർന സഭയ്ക്ക് പറയുന്ന സന്ദേശത്തിൽ അവൻ്റെ പ്രശ്നം, ആ സഭ വളരെ ദാരിദ്ര്യത്തിൽ കട്ടതയിലൂടെ കടന്നുപോയ സഭയാണ്. അവിടെ എഴുതിയിരിക്കുന്ന വാക്കിങ്ങനെയാണ്: ഞാൻ നിന്റെ കട്ടതയും ദാരിദ്ര്യവും. ആണോ? അതിന് തൊട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട്, ചിലതിൽ ബ്രാക്കറ്റാണ് ഇട്ടിരിക്കുന്നത്, ഒരു ഹൈഫൻ ഇട്ടിട്ട് പറയുകയാണ് നീ ധനവാനാകുന്നു താനുമെന്നാണ്. അപ്പോൾ ഈ ലോകത്ത് നീ സഹിക്കുന്ന ഘട്ടങ്ങൾ, നീ സഹിക്കുന്ന ദാരിദ്ര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലപ്പെട്ടതാണ് എന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പാട് പുസ്തകത്തിലൂടെ നമുക്ക് ആലോചന പകരുകയാണ്. അവിടുന്ന് തൊട്ടടുത്ത വാക്യങ്ങൾ സഭ അനുഭവിച്ച ഏറ്റവും വലിയ രണ്ടാമത്തെ ഒന്നാമത്തെ ക്രൈസ്തവ ഘട്ടവും ദാരിദ്ര്യവുമാണ്. ഞാൻ പറയട്ടെ, ദാരിദ്ര്യം വന്നാൽ, ഘട്ടം വന്നാലൊക്കെ സഹിക്കാം, പക്ഷെ ദാരിദ്ര്യം വന്നാൽ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ സഭയോട് പറയുകയാണ് നീ അതിന് ജയിക്കണമെന്നാണ് അവിടെ പറയുന്നത്. എനിക്ക് വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാത്തത്. രണ്ടാമത്തെ സഭയുടെ പ്രശ്നമെന്ന് പറയുന്നത് ദുരുപദേശങ്ങൾ. ഈ ഘട്ടം സഹിക്കുന്ന സഭയ്ക്കകത്ത് ദുരുപദേശങ്ങൾ ശക്തിപ്പെട്ട് ഇന്നത്തെ പോലെ തന്നെ ശരിയും തെറ്റും തിരിച്ചറിയാതെ, ഉപദേശങ്ങൾ ഏതാണ് ശരിയെന്നറിയാതെ തപ്പിത്തടയുന്ന ഒരവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു ശരിയെന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനേക്കാളും തെറ്റിനു വേണ്ടിയാണ് ജനങ്ങൾ കൂടുതൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദുരുപദേശങ്ങളെ നിങ്ങൾ പഠിക്കാനൊന്നും ശ്രമിക്കണ്ട. നിങ്ങൾ ഉപദേശം പഠിക്കണം. ദൈവസഭയിൽ ഉപദേശം പഠിക്കണം. നിങ്ങൾ ദൈവസഭയിൽ ഉപദേശം പഠിപ്പിക്കണം. സ്തോത്രം. ശക്തമായി പഠിപ്പിക്കണം. അത് സമയമെടുത്ത് പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇവർക്ക് ഉറയ്ക്കുവാൻ കഴിയൂ. കാരണം ഒരു ശക്തമായ ഉന്തൽ വരുമ്പോൾ സ്തോത്രം നമ്മൾ താഴെ പോകും. അത് വരാതിരിക്കാൻ വേണ്ടി സഭ അടിസ്ഥാനപരമായി പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സ്തോത്രം. PMG സഭ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്, പണ്ടത്തെ പോലെ ഒരു നല്ല കാലം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്ന്. ഞാൻ വരുമോ? പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുമോ? നിങ്ങൾ ഉത്തരം പറയാത്തെന്നറിയാം. നിങ്ങൾക്കത് അറിഞ്ഞുകൂടാ വരുമോ ഇല്ലേ എന്നുള്ളത്. കാരണം നിങ്ങൾക്കറിയാം പ്രശ്നങ്ങളുണ്ട് എന്നത്. സ്തോത്രം. നിങ്ങളൊന്ന് വിട്ട് കളയാൻ തയ്യാറായാൽ വാസ്തവ സഭ മടങ്ങി വരുവാൻ കാരണം ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നു. ഈ പ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥനയിൽ സ്തോത്രം നമ്മുടെ PMG സഭ മടങ്ങി വരുവാൻ കാരണമാകട്ടെ എന്ന് എന്താണ് മടങ്ങി വരിക? പഴയ ആരാധനയും പഴയ കൂട്ടായ്മയും പഴയ സന്തോഷവും ഹല്ലേലൂയ പഴയ ആനന്ദമൊക്കെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരട്ടെ. ഞാൻ പറയാം, സെൻട്രൽ സഭകളിൽ ഇത് വന്നാൽ കേട്ടോ, അത് താഴേക്ക് ഒഴുകിപ്പോകാൻ വളരെ എളുപ്പമാണ്. വേഗത്തിൽ പടർന്ന് മറ്റ് ലോക്കൽ സഭകളിലേക്ക് അത് പാഞ്ഞെത്തും കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, നമ്മുടെ സഭ, നമ്മുടെ കേന്ദ്ര സഭകൾ സ്വത്രം ഒന്ന് മടങ്ങി വരുമ്പോൾ ഞാൻ പറയാം, ഞാൻ സഭയെ കുറ്റപ്പെടുത്തുകയല്ല. സ്ഥിതികൾ മാറിപ്പോയി, പഴയ പോലത്തെ സ്ഥിതികളല്ല, സിസ്റ്റമൊക്കെ മാറിപ്പോയി. അതൊന്ന് തിരികെ വരുവാൻ എവിടെയൊക്കെയാണ് നമുക്ക് കേട് വന്നത് എന്ന് ഒന്ന് തിരിച്ചറിവ് നമുക്കുണ്ടായാൽ ദൈവസഭ മടങ്ങി വരുമെന്നുള്ളതിന് എനിക്ക് സംശയമില്ല. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഞങ്ങൾ സേവിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സഭയെ ഒന്ന് മടക്കി വരുത്തണമേ, ഒരു പണ്ടത്തെ പോലെ നല്ല കാലം നീ ഞങ്ങൾക്ക് മടക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ സഭ മടങ്ങി വരിക തന്നെ ചെയ്യും. മടങ്ങി വരുന്നു. അപ്പോൾ ആദ്യം ഉപദേശം ഉറപ്പിക്കണം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു രീതി ആരെയും വേദനിപ്പിക്കാതെ ഉപദേശം പറയുക എന്നുള്ളതാണ്. സഹോദരൻ, ഞങ്ങളെല്ലാം കാരണം നിങ്ങളെ മുഖം നോക്കി പേടിച്ചൊക്കെയാണ് ഒന്നും പറയാത്തത്. കാരണം ഞാൻ ശുശ്രൂഷിക്കുന്ന മരുതൂർ സഭയിലാണ്. മരുതൂർ സഭയിൽ ഞാൻ എന്തെങ്കിലും ശക്തമായ ഉപദേശം പറഞ്ഞാൽ നേരെ കേന്ദ്രത്തിലേക്ക് MA വർഗീസ് സാറിനെ വിളിച്ചിട്ട് പറയും, അവനെ അവിടെ നിന്ന് മാറ്റിയേരെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ പേടിച്ചാണ് കാര്യങ്ങൾ പറയാതിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ധൈര്യപ്പെടുകയാണ്. ഞാനങ്ങ് മരിക്കാൻ തയ്യാറായതുപോലെയാണ്. എന്താ സ്തോത്രം, പറഞ്ഞേ പറ്റൂ. ഇനി ആരാ പറയുന്നേ? ഇനിയെങ്കിലും പറയാൻ പറ്റാതെ പോയാലോ?
നമ്മുടെ ചാൻസ് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ഉപദേശങ്ങൾ നന്നായി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. ഉപദേശങ്ങൾ പഠിച്ച് നിലകൊള്ളാം, നിലപാടെടുക്കാൻ നമ്മൾ അതും ശരി ഇതും ശരി എന്നും പറഞ്ഞ് നിൽക്കരുത്. ഒറ്റ സ്റ്റാൻഡ് നിൽക്കാൻ നമുക്ക് പറ്റട്ടെ. ഓക്കെ, മടങ്ങി വരുന്നു. സ്തോത്രം. അവിടെ ഉപദേശ വിഷയത്തിൽ ദുരുപദേശം ശക്തമായി വന്നു. ദുരുപദേശം ശക്തമായി വന്നപ്പോൾ സഭയോട് പറയാണ്, നീ ദുരുപദേശങ്ങളെ ജയിക്കണമെന്നാണ്. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. അടുത്ത ഭാഗത്തിൽ പറഞ്ഞ 10 ദിവസം നിനക്ക് ഉപദ്രവം ഉണ്ടാവും. 10 ദിവസത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളുണ്ട്, ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. 10 രാജാക്കന്മാരുടെ ഭരണമാണെന്നും 10 വർഷമാണെന്നും ഇങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ. പക്ഷേ നിനക്ക് ഉപദ്രവം ഉണ്ടാവും. ഉപദ്രവം ഉണ്ടാകുമ്പോൾ നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. എന്നെ വളരെ ഭയപ്പെടുത്തുന്നൊരു വാക്യമാണ്. സ്തോത്രം. നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന് പറഞ്ഞാൽ നിനക്കൊരു മരണം വന്നാലും ഹല്ലേലൂയ നീ ഉറച്ച് നിൻ്റെ നിലപാട് തന്നെ നിൽക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിയാകേണ്ടി വരുമെന്നാണ് അതിൻ്റെ അർത്ഥം. നിന്നെ കൊന്നുകളയും ചിലപ്പോൾ. പക്ഷേ നീ എന്ത് ചെയ്യണം? വിശ്വസ്തത പാലിക്കണം. ഏതുവരെ വിശ്വസ്തത പാലിക്കണം? മരണം വരെ. സ്വതന്ത്രം. ഈ വാക്ക് നമ്മൾ എപ്പോഴാണ് കേൾക്കുന്നത്? സ്നാനപ്പെടാൻ സമയത്താണ്. നമ്മൾ അവിടെ നിന്ന് തലയിൽ കൈവച്ച് സ്നാപകൻ സ്ഥാനാർത്ഥിയുടെ തലയിൽ കൈവച്ച് പറയുന്ന വാക്കെന്താണ്? നീ മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം, എന്നാൽ നിനക്ക് ജീവകിരീടം കിട്ടും. അതിൻ്റെ അർത്ഥം നീ ജയിക്കണം കേട്ടോ. നീ ജയിച്ചാൽ മാത്രമേ നിനക്ക് ഇന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അവിടെ പറയേണ്ടത് സ്വതന്ത്രം. ഒരു വർഷം മരണതുല്യമായ പ്രശ്നങ്ങൾ എനിക്കും നിങ്ങൾക്കും വന്നാലും നീ അതിനെ മരണപര്യന്തം വിശ്വസ്തനായി അതിനെ അതിജീവിക്കുവാനായി തയ്യാറാകണം. ഇപ്പോൾ എല്ലാവരും മരണത്തിന് വേണ്ടി, അതായത് രക്തസാക്ഷിയാവാൻ വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുക. ഒന്ന് മൂക്കി തൊട്ട് പോകണം. ഒരു ചെറിയ കാര്യത്തിന് പോലും, ഒരു നിസ്സാര കാര്യത്തിന് പോലും ക്ഷമിക്കാൻ കഴിയാത്ത ഒരാൾ രക്തസാക്ഷിയാകുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഞങ്ങളെ ഓർഡിനേഷൻ തരാൻ സമയത്ത് ഞങ്ങളുടെ ജനറൽ പ്രസിഡൻറ്റ് പറയും, രക്തസാക്ഷിയാകേണ്ടി വന്നാൽ, ചിലർ പറഞ്ഞ് ആ വാക്കൊക്കെ എടുത്ത് കളയാണ്. ഇപ്പോൾ ആരും ഒന്നും രക്തസാക്ഷിയാകാനൊന്നും തയ്യാറാകുന്നില്ല. സോ ഓർഡിനേഷൻ കിട്ടാൻ നമ്മൾ അങ്ങനെ ഒരു പ്രതിജ്ഞയൊക്കെ ചെയ്തിട്ടാണ് വന്നത്. രക്തസാക്ഷിയാകേണ്ടി വന്നാലും ഒരല്പം ക്ഷമിക്കാൻ കഴിയാത്തവർ, ആ വാക്ക് കുറച്ചുകൂടി മാറ്റി, അല്പം സഹിക്കാൻ കഴിയാത്തവർ. സ്തോത്രം. എനിക്ക് പെന്തിക്കോസ്തിനകത്ത് കൂടി വരികയാണ്. സ്തോത്രം. നമുക്കൊരു തീരുമാനം എടുത്തൂടെ? നമ്മൾ ആ പിടിച്ചുകൊണ്ടിരിക്കുന്ന വാശിയിൽ നിന്ന്, ഞാൻ പിടിച്ചതാണ് ശരി, ഞാൻ പിടിച്ച മുയലിന് 5-6 കൊമ്പല്ലേ അല്ലേ? സ്തോത്രം. അങ്ങനെ അത് വിട്ടിട്ട് നിൽക്കുക. നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിശ്ചയമായും നമുക്ക് ജയിക്കാൻ പറ്റും. ഇല്ലായെങ്കിൽ പാടാം. മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപാകതകളും പാളിച്ചകളും പിശകുകളും പിഴവുകളും ഒക്കെ ഒരുപക്ഷെ വന്നേക്കാം. പക്ഷേ നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അത് ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെട്ട് സ്തോത്രം ഡെഡിക്കേറ്റ് ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം. ഓക്കെ, ഞാൻ മടങ്ങി വരുന്നു. അപ്പോൾ കഷ്ടവും ദാരിദ്ര്യമുണ്ട്, ദുരുപദേശങ്ങളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്. ഈ കാര്യങ്ങളെ നീ ഒന്ന് ജയിക്കണം. നീ ഇപ്പോൾ ദാരിദ്ര്യാവസ്ഥയിലാണ്, കഷ്ടതയിലാണ് നീ നീങ്ങുന്നത്. നീ ഇവയെ ജയിച്ചേ മതിയാകുകയുള്ളൂ. ആ വാക്കിങ്ങനെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്തിൽ ദോഷം വരികയില്ല. ഇനി കുറച്ച് സ്പീഡിന് പോയാലേ ഈ കാര്യം നടക്കും. രണ്ടാം മരണം എന്നുള്ള വാക്ക് കാണുന്നത് 20-ാമത്തെ അധ്യായത്തിലാണ്. 20-ാമത്തെ അധ്യായം 6-ാം വാക്യത്തിലാണ് നാം കാണുന്നത്. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. വായിക്കാം. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരം ഇല്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. മതി. അവിടുത്തെ ചിന്ത നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. പുനരുത്ഥാനം എന്നാൽ എന്ത് എന്നുള്ള വ്യാഖ്യാനമൊന്നും ഇപ്പോൾ തരാൻ ശ്രമിക്കുന്നില്ല. പുനരുത്ഥാനത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇത് പുനരുത്ഥാനത്തിൻ്റെ പീരീഡാണ്. 5 ഘട്ടമാണ്. 1-ാമത്തെ പുനരുത്ഥാനത്തിൻ്റെ ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞു. അത് യേശുക്രിസ്തുവാണ്. ആദ്യ ഫലം ക്രിസ്തു. ഇനി ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ
ഇപ്പം നമ്മളെല്ലാം ആ കൂട്ടത്തിലാണ് വരുന്നത്. നമുക്ക് മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അത് കഴിഞ്ഞിട്ട് കാഹളനാദത്തിൻ്റെ അന്ത്യത്തിൽ നമ്മൾ രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. സ്തോത്രം. രണ്ടാമത്തെ പുനരുത്ഥാനത്തിൻ്റെ ഘട്ടമായി ഞാൻ പറഞ്ഞത്. മൂന്നാമത്തത് സ്തോത്രം 144,000 പേര് ഉയർത്തെഴുന്നേൽക്കും, പുനരുദ്ധാനം പ്രാപിക്കും. ഞാൻ വിശദീകരിക്കുന്നില്ല. നാലാമത്തെ കാര്യത്തിൽ യഹൂദന്മാർ ചിലർ രക്തസാക്ഷികളാവും, അവർ ഉയർത്തെഴുന്നേൽക്കും. അഞ്ചാമത്തെ ഘട്ടം 2 സാക്ഷികൾ വരും. ചിലർ വലിയ തർക്കത്തിലാണ്, അത് മോശയാണോ ഏലിയാവാണോ ഹാനോക്കാണോ എന്നൊരു വലിയ തർക്കത്തിലാണ്. നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നും കൂടി പറയാം, മോശയും ഏലിയാവും എന്ന് പറയുന്നവരുണ്ട്, പിന്നെ മോശയും ഹാനോക്കും എന്ന് പറയുന്നു. ഇതെന്താ ആരും ആയിക്കോട്ടെ, ഈ സമയത്ത് അവരിവിടെ വരുന്ന സമയത്ത് സഭ ഇവിടെ ഇല്ല, നമ്മളിവിടെ അല്ല. നിങ്ങൾക്കൊരു സന്തോഷം വരുന്നില്ല. നമ്മളിവിടെ ഇല്ല, ആരാ വന്നോട്ടെ, വന്നിട്ട് പൊയ്ക്കോട്ടെ. സ്തോത്രം. അപ്പോൾ ആ തർക്കത്തിനൊന്നും പോകണ്ട, ആരാ വന്നോട്ടെ. അപ്പോൾ 5 ഘട്ടങ്ങൾ. ഇപ്പോൾ അടുത്ത 1-ാം ഘട്ടം കഴിഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഇനി 2-ാം ഘട്ടത്തിൻ്റെ സമയമായിരിക്കുകയാണ്. അതിൻ്റെ പെരുമ്പറയാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, മുഴക്കം. ഹല്ലേലൂയ. കർത്താവ് അത് പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ഭാഗം നമ്മളെപ്പോഴും പ്രസംഗിക്കുന്ന വാക്ക് കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടം. നമ്മൾ മറന്നുപോകരുത്. അതിൽ നമ്മൾ കൈവിടപ്പെട്ടു പോകുന്നൊരു സ്ഥിതി ഉണ്ടാകരുതേ എന്ന് ഓർപ്പിക്കുകയാണ്. അപ്പോൾ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അടുത്ത വാക്യം, അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമുണ്ടാകില്ല. അപ്പം നിങ്ങൾ പേടിക്കണ്ട. 1-ാം പുനരുത്ഥാനത്തിൽ നിങ്ങൾക്ക് പങ്കുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ പ്രശ്നം. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അപ്പൊ തീപ്പൊയ്കയാണ് 2-ാം മരണം. അത് നമുക്കൊരു ചെറിയ തെറ്റിദ്ധാരണയുണ്ട്, ശ്രദ്ധിക്കണമേ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങൾ കൊണ്ടാണ്. തർക്കമൊന്നുമില്ല. ഈ 3 ഘടകത്തിനും മരണമുണ്ടാകും. 1-ാമത്തെ മരണം ദേഹത്തിൻ്റെ മരണമാണ്. അതാണ് നമ്മൾ കൂടാരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. പിന്നെ ദേഹിയുടെ മരണം നമ്മൾ പറഞ്ഞത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും, സംശയമൊന്നുമില്ല. അടുത്ത മരണം എന്ന് പറഞ്ഞ ആത്മാവിൻ്റെ മരണമാണ്. ആത്മാവിൻ്റെ മരണമെന്ന് കേൾക്കുമ്പോൾ നശീകരണമാണ് എന്ന് വിചാരിക്കരുത്. അവനെ തീപ്പൊയിലേക്ക് തള്ളുന്നതിനെയാണ് ആത്മാവിൻ്റെ മരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ആത്മാവിൻ്റെ മരണം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 14-ാമത്തെ വാക്യത്തിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ഇന്ന് രക്ഷപ്പെടാനുള്ള ഒറ്റ മൂരി മരുന്ന്, വേറെ ഒരു മാർഗമില്ല, ഒരേ ഒരു വഴി, അത് ജീവപുസ്തകത്തിൽ പേരെഴുതണം. എന്താണ് ജീവപുസ്തകം? സ്വർഗത്തിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. ഓർമ്മയുടെ പുസ്തകം വിശദീകരിക്കുന്നില്ല. ഈ വേദപുസ്തകത്തിൻ്റെ ഒറിജിനൽ കോപ്പി അവിടെ ഇരിപ്പുണ്ട്. അത് വെച്ചാൽ നമ്മളെ ന്യായം വിധിക്കുന്നത്. 3-ാമത്തെ കാര്യമാണ് ജീവപുസ്തകം, ജീവൻ്റെ പുസ്തകം. ജീവൻ്റെ പുസ്തകത്തെ വ്യാഖ്യാനകർത്താക്കൾ പറയുന്നത് അതൊരു മെമ്പർഷിപ്പ് രജിസ്റ്ററാണ്. സ്വർഗത്തിലെ മെമ്പർഷിപ്പ് രജിസ്റ്ററിൻ്റെ പേരാണ് ജീവപുസ്തകം. അപ്പോൾ പാളയസഭയിൽ ഒരു മെമ്പർഷിപ്പുണ്ട്. നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ മിക്ക മേഖലകളിലും മെമ്പർഷിപ്പ് രജിസ്റ്ററുണ്ട്. ഇതുപോലെ സ്വർഗത്തിലും ഒരു മെമ്പർഷിപ്പ് രജിസ്റ്ററുണ്ട്. അതിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പാപത്തിന് വിധേയമാകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ആ പേര് അഴിഞ്ഞു പോകും. അതൊരു ഭയപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഉറപ്പിക്കണം. എന്താ? എൻ്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതാം. ഞാൻ കുറച്ച് 10-15 വർഷത്തിന് മുമ്പ് നടന്നൊരു സംഭവം പറയാം. ഈ കാട്ടാക്കടയ്ക്കടുത്ത് പാപ്പന എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞാൻ ശുശ്രൂഷിക്കാനായി എന്നെ വിളിച്ച് ഞാൻ പോയി. അന്നത്തെ എൻ്റെ പ്രമേയം ഇതാണ്: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കൾ തള്ളിയിടും. അപ്പോൾ ആ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ഓട്ടോകോൾ കൊടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു 3/4 ഭാഗം ജനം കൈയുയർത്തി.
അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടായി, കുറേ പേര് കൈ ഉയർത്തിയല്ലോ എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ സഭയുടെ സെക്രട്ടറി ആ കൂട്ടത്തിൽ കൈ ഉയർത്തി. അപ്പോൾ ഞാനന്ന് അദ്ദേഹത്തെ ഒന്ന് ഒന്ന് തമാശ പറയാനായിട്ട് ചെന്നിട്ട് ചോദിച്ചു, സെക്രട്ടറിക്ക് ഉറപ്പൊന്നുമില്ലേ എന്ന് ചോദിച്ചു. പക്ഷേ അത് എന്നെക്കാൾ അദ്ദേഹം വിവരമുള്ളവനാണ്. അയാൾ കുറച്ചൊരു സീരിയസ് ആയി പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നത് ശരി തന്നെയാണ്, ഞാൻ അഭിഷേകം പ്രാപിക്കുക അന്യഭാഷ പറഞ്ഞു എന്ന് പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷേ എൻ്റെ ഈ വിശ്വാസ ജീവിതത്തിൽ, എൻ്റെ ഈ മരുഭൂമി യാത്രയിൽ ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പിശകുകളോ പിഴവുകളോ വന്നെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായി അഴിഞ്ഞു പോകും. അങ്ങനെ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്നെനിക്ക് ഭയമുള്ളത് കൊണ്ടാണ് ഞാൻ കൈ ഉയർത്തിയത്. എൻ്റെ പേരൊന്ന് എഴുതണമേ എന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയമുള്ള, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ നമുക്ക് ജീവിതത്തിൽ പിഴവുകൾ ഉണ്ടാകാം, പിശകുകൾ സംഭവിക്കാം, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? എൻ്റെ പേര് ഒന്നും കൂടി എഴുതി ഉറപ്പിക്കണമേ എന്ന്. സ്തോത്രം. അപ്പം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയി തള്ളിയിടും. അപ്പോൾ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ മുഖം നോക്കാത്തത് കൊണ്ട് നമ്മൾ പേടിച്ചേ മതിയാകും. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഒറ്റ മൂലി മരുന്നേ ഉള്ളൂ, ഒരേ ഒരു വഴിയേ ഉള്ളൂ. ജീവപുസ്തകത്തിൽ നമ്മൾ പേരെഴുതണം. ജീവപുസ്തകത്തിൽ പേരെഴുതുന്ന എപ്പോഴാണ്? നമ്മൾ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയുമ്പോൾ. ബൈബിളിലെ അടിസ്ഥാനപരമായി അറിയേണ്ട ഒരു വാക്യമാണത്. സ്തോത്രം. ഇത് റോമാലേഖനത്തിലാണെങ്കിലും യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം വളരെ ഗൗരവമായി പഠിക്കേണ്ട ഒരു വാക്യമാണ്. എന്താണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ്. അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈക്കൊള്ളുക. എന്ത് കൈക്കൊള്ളുന്ന കാര്യമാണ്? നമ്മൾ ഇന്നലെ വരെ ആരാധിച്ചുകൊണ്ടിരുന്ന ദൈവത്തിൻ്റെ പടം നമ്മുടെ വീട്ടിൻ്റെ ചുവരിലുണ്ട്. ആ പടം മാറ്റിയിട്ട് യേശുവിൻ്റെ പടം വെച്ചതാണോ നമ്മൾ കൈക്കൊള്ളുക എന്ന് പറയുന്നത്? അല്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ ഞാനതിനെ പറയുന്നത്, യേശു വരുമെന്ന് 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച പ്രവാചകന്മാർ, അതിനു മുമ്പ് പ്രവചിച്ച പ്രവാചകന്മാർ, ഉൽപ്പത്തി മുതൽ ഇങ്ങോട്ട് നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ പഴയ നിയമം മുഴുവനും പരിശോധിച്ചാൽ യേശു ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ് എത്രയോ കാലത്തിന് മുമ്പ് മശിഹ വരുമെന്ന് അവിടെ വെളിപ്പാടുകൾ പറഞ്ഞ, പ്രവചനം പറഞ്ഞ, ഇതൊന്നും വിശ്വസിക്കാത്ത യഹൂദന്മാർ യേശുവിനെ തിരസ്കരിച്ചു. യേശു തന്നെ സങ്കടത്തോടെ പറഞ്ഞൊരു വാക്കാണ്, ഞാൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാരോ എന്നെ കൈക്കൊണ്ടില്ല. കണ്ടോ, യഹൂദന്മാർ യേശുവിനെ കൈക്കൊള്ളാത്തടുത്ത് നാം യേശുവിനെ ദൈവമായി അംഗീകരിക്കുന്നു. ഹല്ലേലൂയ. യേശു ദൈവമാണ്. യേശു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. യേശു നമ്മുടെ രക്ഷകനാണ്. യേശു നമ്മുടെ സൗഖ്യദായകനാണ്. ഹല്ലേലൂയ, നമ്മെ ചേർക്കുവാനായി വേഗം വരും. ഇത് വിശ്വസിക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് അവനെ കൈക്കൊള്ളുക എന്ന് പറയുന്നത്. അവിടുത്തെ വാക്യങ്ങൾ ശ്രദ്ധിച്ചോ, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ്. അപ്പോൾ ഒരാൾ ദൈവമക്കളാകുക എന്നുള്ളത് അവകാശത്തിൽപ്പെട്ട കാര്യമല്ല, അത് അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ചിലർ പറയുന്നത് ഞാൻ യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ച് യേശുവിന്റെ പൈതലായി തീർന്നു എന്ന് എവിടെയെങ്കിലും പറഞ്ഞാൽ ചിലർ പറയുന്ന നിന്നെ ഞാൻ അംഗീകരിക്കില്ല, നിന്നെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരോട് പറയുകയാണ്, യേശുവിനെ രക്ഷിതാവായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവത്തിന്റെ പൈതലായാൽ അത് അധികാരത്തിൽ വരുന്ന കാര്യമാണ്. ആ പദവിയിൽ നിന്ന് ഈ ലോകത്തിലെ ഒരു ബിഷപ്പിനും നമ്മെ മാറ്റി നിർത്താൻ കഴിയില്ല. നമുക്കത് ചേർന്ന് സ്തോത്രം ചെയ്യാമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. നാം ദൈവമക്കളാകുക എന്നുള്ളത് അഭിമാനകരമായൊരു കാര്യമാണ്. നിന്നെയൊന്നും ദൈവവൈതലായിട്ടൊന്നും കാണാൻ പറ്റൂല എന്ന് വീട്ടുകാരോ നാട്ടുകാരോ സഭക്കാരോ ഒക്കെ പറഞ്ഞാൽ, സമുദായക്കാരോ ഒക്കെ പറഞ്ഞാൽ നമുക്ക് അവർക്ക് അറിവില്ലെന്നേ പറയാൻ പറ്റൂ. ഇത് അധികാരത്തിൽ വരുന്ന കാര്യമാണ്. ഹല്ലേലൂയ. വാസ്തവത്തിൽ അഭിമാനത്തോടെ ദൈവവൈതലെന്ന് പറയുമ്പോൾ ഞാൻ ഒരു ദൈവവൈതലായി എന്ന് പറയല്ല, അഭിമാനത്തോടെ പറയണം, ഞാൻ ദൈവത്തിൻ്റെ പൈതലായി മാറിയിരിക്കുകയാണ്. ആമേൻ. വാസ്തവത്തിൽ പിന്നെയുള്ള അധികാരങ്ങളെല്ലാം അതിന് താഴെയാണ്. ആരൊക്കെ പറയുന്നതായിട്ട് ചെണ്ടയ്ക്ക് താഴെയാണ് മറ്റെല്ലാ താളങ്ങളും എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഏറ്റവും
ദൈവമക്കളായി തീരുക എന്നുള്ള പദവിക്ക് താഴെയാണ് ബാക്കിയുള്ള അധികാരം. ഭൂതശാന്തി, രോഗശാന്തി ഒക്കെ അതിന് താഴെയാണ്. സ്തോത്രം. നീ എപ്പോഴാണ് ഞാനൊരു ദൈവ പൈതലാണെന്ന്, യേശുവിനെ അംഗീകരിച്ചവനാണ്, ഞാൻ യേശുവിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ളവനാണ്, എൻ്റെ ഉടമസ്ഥൻ യേശുവാണെന്ന് നീ എപ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അപ്പോഴാണ് പിശാച് നിന്നെ വിട്ടു പോകുന്നത്. പിശാച് നിന്നെ ഉമ്മാക്കി കാണിക്കാൻ, പേടിപ്പിക്കുവാൻ, കൂടെ നിന്നെ വിരട്ടാൻ, ഒരുപക്ഷെ പല വിവേഷത്തിൽ, പല സംവിധാനത്തിൽ ഒരുപക്ഷെ നിന്റെ അടുക്കൽ വന്നാൽ നീ പറയണം, എൻ്റെ ഉടമസ്ഥൻ യേശുവാണ്, എൻ്റെ ദൈവം യേശുവാണ്, നിനക്ക് എൻ്റെ മേൽ ഒരധികാരവുമില്ല. ഓ സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കളാകുക, ദൈവമക്കളായി തീരുക, ദൈവമക്കളായി തീരുക, ദൈവമക്കളായി തീരുക. ഓ സ്തോത്രം, സ്തോത്രം. അടുത്ത വാക്യമാണ് റോമാലേഖനത്തിൽ പറയുന്നത്, ഹൃദയം കൊണ്ട് വാസ്തവത്തിൽ രക്ഷിക്കപ്പെടുക എന്നുള്ള വാക്ക്, സ്തോത്രം, അതിൻ്റെ പ്രോസസ്സ് അതാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, പിന്നെ വായ കൊണ്ട്. ആ പ്രോസസ്സ് നടന്നില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടില്ല എന്നൊരു തോന്നലേ വരുള്ളൂ. സ്തോത്രം. ഞാൻ പണ്ടൊരാളുടെ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ സ്നാനപ്പെട്ടെന്നുള്ളതാണ്. അപ്പോൾ രക്ഷിക്കപ്പെടലും സ്നാനപ്പെടലും ഒന്നും അറിയില്ല. അത് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ശരി തന്നെ, നിങ്ങൾ വീശിയെടുത്തത് ശരി തന്നെ, ആഭരണം മാറ്റിയത് ശരി തന്നെയാണ്, നിങ്ങൾ വീട്ടിൽ വാക്യമൊക്കെ എഴുതി ഒട്ടിച്ചിരിക്കുന്നതൊക്കെ ശരി തന്നെയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചതിനൊരു പ്രോസസ്സുണ്ട്. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട്, വാസ്തവത്തിൽ ഒരു ദിവസം പറയുകയല്ല, എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണം, അവനെൻ്റെ കർത്താവാണ്, അവനെൻ്റെ കർത്താവാണ്. യേശുവിൻ്റെ കർത്താവെന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലാണ് ഞാൻ. ഹല്ലേലൂയ. എന്നെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. ഞാൻ യേശുവിനെ ദൈവമായി അംഗീകരിക്കും. ഈ കർത്തൃത്വം എന്ന് നീ വിശ്വസിക്കുമോ അന്നാണ് നിൻ്റെ വിജയം തുടങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ ഒരുപക്ഷെ പിശാച് ഭയപ്പെടുത്തേക്കാം. ഹല്ലേലൂയ. ആരെങ്കിലും നിന്നെ ദുരുപദേശങ്ങൾ പറഞ്ഞ് അതിൻ്റെ ആ കോൺസെൻട്രേഷനിൽ നിന്ന് നിന്നെ അകറ്റിയേക്കാം. പക്ഷെ നീ തിരിച്ചറിയണം, ഞാൻ യേശുവിൻ്റെ കർത്തൃത്വത്തിന് കീഴിലാണ്. ഹല്ലേലൂയ. യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് കർത്താവ്. ഒന്ന് പറയുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ. യേശുവാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. പിശാചല്ല എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ കർത്താവ്. നീ എപ്പോൾ വിശ്വസിക്കുമോ അപ്പോഴാണ് ദൈവപ്രവൃത്തി ആരംഭിക്കുന്നത്, അപ്പോഴാണ് ദൈവം നിന്നോട് ഇടപെടുവാൻ തുടങ്ങുന്നത്. യേശുവാണ് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. മടങ്ങി വരുന്നു. അപ്പോൾ നമ്മൾ രണ്ടാം മരണത്തിൽ ചെന്ന് പെടാതിരിക്കണമെങ്കിൽ നാം ജീവപുസ്തകത്തിൽ പേരെഴുതിയവരായിരിക്കണം. എനിക്ക് പേനയും ബുക്കൊക്കെ എൻ്റെ കയ്യിൽ തന്നിരുന്നെങ്കിൽ ജീവപുസ്തകം ഞാൻ നിങ്ങളെല്ലാവരും പേരെഴുതിയാണ്. പക്ഷേ അങ്ങനൊരു സംവിധാനമല്ല അവിടെയുള്ളത്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത് നാം നമ്മുടെ ദൈവവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. എൻ്റെ പേരുണ്ടോ എന്ന് ഉറപ്പിക്കുന്നത് നല്ലതാണ്. കുഞ്ഞുങ്ങളെ, നമ്മുടെ പേരുണ്ടോ എന്നൊന്ന് ഉറപ്പിച്ചു നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉലച്ചിലുകളോ പ്രശ്നങ്ങളോ, ദൈവവുമായുള്ള ബന്ധത്തിൽ എന്തെങ്കിലും പിശകുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ്. കൈവിടപ്പെട്ടു പോയാൽ നമ്മുടെ സ്ഥിതി വളരെ മോശമാണ്. നമ്മുടെ സ്ഥിതി നമ്മുടെ കയ്യിൽ നിൽക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ പേര് ഒന്ന് എഴുതി ഉറപ്പിക്കണം. അവിടെ എഴുതിയിരിക്കുന്ന ഏവനെയോ എന്നുള്ള വാക്ക്, അവിടെ ഒരു ദയയും ഇല്ലാതെ അവിടെ എഴുതിയിരിക്കുന്നത്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവന് ഒരു ബഹുമാനമില്ലാതെ, ഒരു ആദരവില്ലാതെ പറഞ്ഞ ആരുടെയെങ്കിലും പേര് അവിടെ ഇല്ലാതെ വന്നാൽ അവൻ്റെ കാര്യം പോക്കാണ്. അതുകൊണ്ട് ഞാൻ വളരെ താഴ്മയോടെ വിനയത്തോടെ പറയുകയാണ്, ജീവപുസ്തകത്തിൽ പേരെഴുതണം. പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്യിൽ തള്ളിയിടും. അതാണ് രണ്ടാമത്തെ മരണം. ഒരു വാക്യം കൂടി നമ്മൾ വായിച്ച അവസാനത്തെ വാക്യം, അത് വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായത്തിലാണ്. അതിൽ ആരൊക്കെയാണ് ആ ലിസ്റ്റിൽ പെടുന്നതെന്നുണ്ട്. അതും കൂടെ ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഈ ഭാഗം മതിയാക്കാം. വായിച്ചോ. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ. ആർക്കൊക്കെയോ തീപ്പൊയ്ക തീരെഴുതി വെച്ചിരിക്കുക. അവരുടെ ലിസ്റ്റ് അവിടെ വായിച്ചു.
ആ ലിസ്റ്റിനകത്ത് നമ്മുടെ പേര് വല്ലതും ഉണ്ടോ എന്ന് നോക്കണം. ആ ലിസ്റ്റിനകത്ത് നമ്മളുടെ പേര് ചേർത്ത് വയ്ക്കാൻ പറ്റിയ ഏതെങ്കിലും പേരുണ്ടോ എന്ന് നോക്കണം. എന്താണ് ഭീരുക്കൾ? അവിശ്വാസികൾ. അതൊക്കെ സിമ്പിൾ വാക്കുകളാണ്. ഭീരുക്കൾ, പേടിത്തൊണ്ടന്മാരെന്നൊക്കെ. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാനോ അവനെ പരസ്യമായി സാക്ഷ്യപ്പെടുത്തുവാനോ കഴിയാത്ത പേടിത്തൊണ്ടന്മാരെ കാര്യമായിരിക്കണം. അടുത്തെന്താണ് പറയുന്നത്? അവിശ്വാസികളാണ്. അറിയാലോ ഭാഗം. അറയ്ക്കപ്പെട്ടവർ. പഴയ നിയമത്തിൽ അറയ്ക്കപ്പെട്ട കുറേ പേരുണ്ട്. പുതിയ നിയമത്തിൽ അറയ്ക്കപ്പെട്ട ഒരു സഭ മുടക്കുന്നവരെയാണ് പറയുന്നത്. ഞാൻ വിടുന്നു. അടുത്ത വാക്യം പറയുന്നു, കൊലപാതകന്മാർ. ഞാൻ അന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കൊലപാതകന്മാർ സ്വർഗത്തിൽ പോകില്ല കേട്ടോ. അവർ രണ്ടാം മരണത്തിന് വിധേയപ്പെടും. കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ ജീവനെ ഹനിക്കുന്നതിനെയാണ്, അല്ലേ? ഒരാളെ കൊല്ലുന്നതിനെയാണ്. അതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആളുകളെ കൊന്ന ഇപ്പം ജയിലിൽ പോയി കിടക്കാം. അതാണ് എൻ്റെ സ്ഥാനം. കൊലപാതകം അത് മാത്രമല്ല. ബൈബിൾ പറയുന്ന കൊലപാതകം, നീ സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകൻ. പകയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? പകയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? വെറുക്കുക. അപ്പോൾ നമ്മൾ സഹോദരിയെ വെറുക്കുമ്പോൾ നമ്മൾ കൊലപാതകരായി മാറുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ സഹോദരനെ സ്നേഹിക്കണം. കർത്താവ് പറഞ്ഞ ആശീർവാദം. അപ്പോൾ നമ്മൾ വെറുപ്പുകൾ മാറ്റണം. ആ വെറുപ്പിൽ നിന്ന് കയ്പിലേക്ക് പോകും. അത് പിന്നെ ക്രോധമായി മാറും, പിന്നെ കൊലപാതകമായി മാറും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, സഹോദരനെ പകയ്ക്കരുത്. അത് കൊലപാതകമാണ്. പിന്നെ കൊലപാതകം എന്തുവാ? ഞാനത് വിശദീകരിക്കാം. ഞാൻ രണ്ട് കാര്യം പറഞ്ഞു. മൂന്നാമത്തെ കൊലപാതകം എന്നാൽ എന്ത്? ഭ്രൂണഹത്യ. ഇത് പറയാം, ആരെങ്കിലുമൊക്കെ പറയണമല്ലോ. അബോർഷൻ, അത് കൊലപാതകമാണ്. ജീവനെ കൊല്ലുകയാണ്. ഇപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ പറയും. ചില രാജ്യങ്ങളിലൊക്കെ അത് അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യം അനുവദിച്ചിട്ടില്ല, പക്ഷെ ദൈവവചനം അനുവദിച്ചിട്ടില്ല. മറന്നുപോകരുത് ഇക്കാര്യം. സ്വതം. അപ്പോൾ കൊലപാതകം ചെയ്യരുത്, കുഞ്ഞുങ്ങളെ ഒന്നും കൊന്നുകളയരുത്. ഇനി അതുപോലെ മെഡിക്കൽ സയൻസിന് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. മേഴ്സി കില്ലിംഗ്, ദയാവധം, കൊലപാതകമാണ്. ചില രാജ്യങ്ങളൊക്കെ അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നു. ഞാൻ പറയാം, കൊലപാതകം ചെയ്യരുത്, നീ നരകത്തിൽ പോകും. അവിടെ ഒരു എക്സ്ക്യൂസ് പറയുന്നില്ല. ഒരു അല്പം ആശ്വാസത്തിന് ഒരു ശബ്ദം അവിടെ ഇല്ല. അത് ലിസ്റ്റിൽപ്പെട്ട നിയമമാണത്, കൊലപാതകം. ഇനി അടുത്ത വാക്കെന്താ? അപ്പോൾ ദുർനടപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്തുള്ളതാണ് ഈ വ്യഭിചാരം എന്ന് പറയുന്നത്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനത് വിശദീകരിക്കണ്ട. പക്ഷെ ബൈബിൾ പറയുന്നൊരു വ്യഭിചാരം കൂടിയുണ്ട്, അതിനെ ചേർത്ത് വയ്ക്കണം. ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് നീ അവളെ നോക്കിയാൽ നീ ഹൃദയം കൊണ്ട് അവളെ വിചാരം ചെയ്യുന്നു. അപ്പം കണ്ണൊക്കെ സൂക്ഷിച്ചോളണം. രണ്ട് ഭാഗത്തുമുണ്ട്, സ്ത്രീകളും ഒക്കെ ഓർത്തോളണം. ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്യരുത്, വലിയ അപകടമാണ്. അത് നമ്മുടെ ദൈവവചനം വളരെ ശക്തമായി ഷഡിച്ച് പഠിപ്പിക്കുക കാര്യം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ കാര്യങ്ങൾ നടക്കില്ല, നമുക്ക് മടങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം, വളരെ ശ്രദ്ധിച്ചത് കൈകാര്യം ചെയ്യണമെന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഓക്കെ, ഞാൻ അത്രയും അങ്ങ് പോകുന്നില്ല. അടുത്ത വാക്യം, ശുദ്രക്കാർ. എന്താണ് ശുദ്രം എന്ന് പറയുന്നത്? ആഭിചാരം എന്നതിന് അങ്ങോട്ട് ഈ നേരിട്ടല്ലാതെ ക്രിയകൾ ചെയ്യുന്ന, അവന് ദോഷം വരുന്ന വിധത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് ആഭിചാരം എന്ന് പറയുന്നത്. പക്ഷെ ബൈബിൾ പറയുന്ന ആഭിചാരം അതല്ല കേട്ടോ. ആ മത്സരം ആഭിചാര ദോഷം പോലെ. ചിലർ പറയുന്നെങ്കിൽ പിന്നെ നിങ്ങൾ മത്സരിച്ചതാ, കൗൺസിലിലേക്ക് മത്സരിച്ചതാ, അത് ആഭിചാരമൊന്നും അല്ലേ. അത് സഭയുടെ ഭരണത്തിൻ്റെ സംവിധാനമാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ടും അതും വെച്ചോണ്ടിരുന്നാലുണ്ടല്ലോ, അത് ആഭിചാരത്തിന് തുല്യം തന്നെയാണ്. അത് കളഞ്ഞേക്കണം. അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിലും കളഞ്ഞേക്കണം. അവിടെ അങ്ങ് തീർത്തേക്കണം. ജയിച്ചോ തോറ്റോ അതങ്ങ് തീർന്നേക്കണം. അതല്ല, അതും കൊണ്ട് നടക്കാൻ തുടങ്ങിയാൽ ഞാൻ പറയുന്നത് നീ ആഭിചാരത്തിന് നീ ആഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ്. നമുക്കൊരു തീരുമാനം എടുക്കാം, അല്ലേ? നമുക്ക് മത്സരിക്കണ്ട.
സഹോദരനോട് മത്സരിക്കേണ്ട, സഹോദരിയോട് മത്സരിക്കേണ്ട, ബന്ധുക്കളോട് മത്സരിക്കേണ്ട. ആരുടെയെങ്കിലുമൊക്കെ മത്സരിക്കുന്നുണ്ടോ? അവനേക്കാൾ അപ്പുറത്തെനിക്ക് വരണം, മുന്നിൽ വരണം, മുന്നിൽ വരണം, മുന്നിൽ വരണം, മുന്നിൽ വരണം. അപകടമാണ് കേട്ടോ, അപകടമാണ്, അപകടമാണ്, അപകടം പതിയിരിക്കുക. നീ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ആഭിചാരം ചെയ്തതിന് തുല്യമായി വരും. നിനക്ക് എഫക്റ്റ് ചെയ്യും, നിന്നെ അത് നിനക്കത് എന്തോ അത് ദോഷമായി ഭവിക്കും. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ മത്സരങ്ങളെ ഒഴിവാക്കണം, മത്സരങ്ങളെ ഒഴിവാക്കണം. ഓക്കെ. അപ്പം ആഭിചാരം അല്ല, അതെ, മത്സരം. അവിടെ നമ്മൾ പറഞ്ഞത് ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ. അത് നിങ്ങൾ ഒന്ന് നിന്ന് കേൾക്കേണ്ട ഒരു കാര്യം. ആ ലിസ്റ്റിനകത്ത് നമ്മൾ വരണമെന്ന് നോക്കിയാൽ മതി. ബിംബാരാധികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബിംബത്തെ, വിഗ്രഹത്തെ നമസ്കരിക്കുന്നവരെയാണ്. ഈ അടുത്ത കാലത്ത് കേട്ടൊരു പുതിയ വ്യാഖ്യാനം കൂടി ഞാൻ ചേർന്ന് പറയാം. ദൂതന്മാരെ ആരാധിക്കുക. അങ്ങനെ യൂദയുടെ ലേഖനത്തിൽ വാക്കുണ്ട്, ദൂതന്മാരെ ആരാധിക്കുക. അപ്പോൾ ദൂതന്മാരെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ ദൂത് പറയുന്നവരെ ആരാധിക്കുക. ഇവിടെ പോയി നോക്കിയാൽ സാധനം. അപ്പോൾ ദൂത് പറയുന്നവരെ ആരാധിക്കുന്ന ഒരു രീതി, അത് മാറണം കേട്ടോ. നമ്മുടെ സഭയിലുണ്ടെങ്കിൽ അത് മാറണം. ആ ദൂത് പറയുന്ന ആളിനെ, അത് ദൈവദാസന്മാരെ ആരാധിക്കുന്ന, ദൈവദാസിമാരെ ആരാധിക്കുന്ന ഒരു, അത് ദൈവവചനം അനുവദിക്കുന്നില്ല കേട്ടോ. നമ്മളത് മാറ്റിയെടുക്കേണ്ട ഒരു സമയമായിരിക്കുക. ചിലടത്ത് അങ്ങനെ അത് വളർന്നാൽ അത് മനുഷ്യദൈവങ്ങളായി, പെന്തക്കോസ്തൽ മനുഷ്യദൈവങ്ങളായി മാറുന്നു. അത് വേണ്ട. ചിലർ പറയുന്നത് എൻ്റെ കുട്ടിയെ പാസ്റ്റർ തന്നെ തലയിൽ ഇന്ന പാസ്റ്റർ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കണം. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, പക്ഷെ തന്നെ അത് അപകടം. ഞാൻ ആദ്യമായി സ്നാനപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ഞാനൊരാളെ സ്നാനപ്പെടുത്തിയപ്പോൾ എന്നോട് വന്ന് ചോദിക്കുകയാണ്, എൻ്റെ മക്കളെ സ്നാനപ്പെടുത്തിയാണ് പഠിക്കുന്നത്. ആര് സ്നാനപ്പെടുത്തണം? അതൊക്കെ ദൈവത്തിൻ്റെ ലിസ്റ്റിൽപ്പെട്ട കാര്യങ്ങളാണ്. ഇന്നയാൾ തന്നെ ചെറിയ ആഗ്രഹമൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷേ അത് തന്നെ വേണമെന്നുള്ള പ്രഖ്യാപനം ഉണ്ടല്ലോ, അത് വലിയ അപകടമാണ്. അത് ആരാധനയ്ക്ക് തുല്യമാണ്. അത് ദൈവവചനം നമ്മെ ശക്തമായി എതിർക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. സ്തോത്രം. അങ്ങനെ ദൂതിവാഹികളെ ആരാധിക്കുന്ന രീതി നമുക്ക് മാറ്റാം. ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് തയ്യാറാകാം. പ്രസിദ്ധനായ ദൈവദാസൻ, പേര് പറയുന്നതിൽ കുഴപ്പമില്ലെന്ന് തോന്നുന്നു, ലാസർ വി മാത്യു എന്ന് പറയുന്നൊരു ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞൊരു വാക്കിങ്ങനെയാണ്: ആരെ ആരാധിക്കണമെന്ന് നമ്മൾ അറിയണം. നമ്മൾ ആരെ ആരാധിക്കണമെന്ന് അറിയാതെ പോയാൽ ആരെയും നമ്മൾ ആരാധിച്ചു പോകും. അങ്ങനെ വരണ്ട. നമ്മൾ ആരെ ആരാധിക്കുന്നതെന്നുള്ള ധാരണ നമുക്കുണ്ടാകട്ടെ. സ്തോത്രം. നമുക്ക് ബിംബാരാധനയെ നമ്മളതെല്ലാം വിട്ടിട്ട് വന്നവരാണ്. ബിംബാരാധന ഒഴിവാക്കി ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നമുക്ക് തുടങ്ങാം. അടുത്ത വാക്യോട് വായിച്ച എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ. അത് രണ്ടാമത്തെ മരണം. കണ്ടോ, അവസാനം പറഞ്ഞ വാക്ക് ഭോഷ്കും കൂടെ ചേർത്താ പറഞ്ഞു. കള്ളം പറഞ്ഞാൽ നമ്മൾ നിത്യാഗ്നിയിലേക്ക് പോകേണ്ടി വരും. ഭയത്തോടെ ഞാൻ പറയുന്നു, രണ്ടാം മരണത്തിൽ ദോഷം വരാതിരിക്കണമെങ്കിൽ സ്തോത്രം, ഭോഷ്ക് പറയാതെ, ബിംബാരാധനകളില്ലാതെ, ക്ഷുദ്രങ്ങളോ മത്സരങ്ങളോ ഇല്ലാതെ, ദുർനടപ്പോ വ്യഭിചാരങ്ങളോ ഇല്ലാതെ, കൊലപാതകമോ മറ്റു പ്രയാസങ്ങളോ ഇല്ലാതെ, സ്തോത്രം, നമ്മളൊരു നല്ല ലിസ്റ്റിൽപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ പറയപ്പെട്ട ഏതെങ്കിലും ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് പോകണമേ എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. കണ്ടോ, അവസാനത്തെ വാക്ക്: എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയത്രേ. അത് രണ്ടാമത്തെ മരണം. ഹല്ലേലൂയ. വചനത്തിൻ്റെ അപ്പം നിത്യമരണം എന്ന് പറഞ്ഞാൽ എന്ത് എന്ന് ഞാൻ വിശദീകരിച്ചു. അപ്പോൾ ഫിസിക്കൽ ഡെത്തുണ്ട്, സ്പിരിച്വൽ ഡെത്തുണ്ട്, എറ്റേണൽ ഡെത്തുണ്ട്. ശാരീരിക മരണം, മാനസിക മരണം, ആത്മീയ മരണം, സ്തോത്രം, നിത്യമരണം. നിത്യമരണം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ നശീകരണമല്ല, അത്
അഗ്നി നരകത്തിലേക്ക്, യാതനാ സ്ഥലത്തേക്ക് മാറ്റപ്പെടുന്നൊരവസ്ഥയാണ്. ദൈവമക്കളായ നമ്മൾ അതിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും ബദ്ധപ്പാടുകൾ നമ്മൾ ചെയ്യുന്നത്. വചനത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. ഞാൻ പറഞ്ഞ 3 വാക്യങ്ങൾ ഉണ്ട്. ഞാൻ ഒന്നാമത്തെ വാക്യം മാത്രം, ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകണം. ആ മരണത്തെ നമുക്ക് നീങ്ങുക എന്ന് പറഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യണം. പൗലോസ് അപ്പോസ്തലൻ മരണത്തെ വെല്ലുവിളിച്ചു, ഹേ മരണമേ, നിന്റെ ജയമെവിടെ? നിനക്ക് എന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല. അത് നിത്യമരണത്തെ വെല്ലുവിളിക്കുകയാണ്. നിനക്കെന്നെ ജയിക്കാൻ കഴിഞ്ഞില്ല. സ്തോത്രം. എന്താ? അല്ല, ഞാൻ നിത്യനരകത്തിലേക്കല്ല പോകുന്നത്, ഞാൻ നിത്യ സൗഭാഗ്യത്തിലേക്കാണ് പോകുന്നത്. ആ ഉറപ്പ് നമുക്കുണ്ടാകണമെങ്കിൽ, നമ്മൾ വെല്ലുവിളിക്കുന്നവരായി തീരണമെങ്കിൽ, നമ്മളിതിനെ ജയിക്കുവാനായി നമുക്ക് തയ്യാറാണ്. രണ്ടാമത്തെ ചിന്ത, ഒടുക്കത്തെ ആദാം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒടുക്കത്തെ ആദാം അത് യേശു ക്രിസ്തുവാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ ഭാഗം, അന്ത്യകാഹളനാദത്തെങ്കിൽ. അതിനൊരു ചെറിയൊരു മിസ്റ്റേക്ക് കൂടി ഉണ്ട് എന്നും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അങ്ങനെയല്ലേ വാക്യം? വാക്യം അങ്ങനെ അന്ത്യകാഹളം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കാഹളം എന്നാണ്. ലാസ്റ്റ് കാഹളം എന്ന് പറയണമെങ്കിൽ അതിന് മുമ്പൊരു കാഹളം വരേണ്ടി വരില്ലേ? അല്ലേ? പക്ഷെ അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. ഞാൻ പല കമൻട്രികളും നോക്കി, പല സ്ഥലത്തും നോക്കി, എനിക്ക് ഉത്തരം കിട്ടാതെ ഞാൻ വാസ്തവത്തിൽ കുഴഞ്ഞുപോയി. അവസാനം ആദ്യത്തെ കാഹളം നോക്കി നടന്നു. അവസാനം ഞാൻ എം എ ജോൺ സാറിനെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം ഒരു ദിവസം കൊണ്ട് എനിക്ക് മറുപടി തന്നില്ല. ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് ഇട്ട്, അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്, കാഹളനാദത്തിൻ്റെ അന്ത്യത്തിലെന്നാണ്. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാണ്. എന്ന് പറഞ്ഞാൽ കാഹളം നീട്ടി ഊതുമ്പോൾ, ആ നീട്ടി ഊതുന്ന കാഹളത്തിൻ്റെ അവസാനത്തിൽ നാം രൂപാന്തരപ്പെട്ട് വാനമേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നാണ് ഞാൻ പറയാം. അതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. എന്താണ്? കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്ക്, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ നമ്മുടെ പ്രതീക്ഷ, നമ്മുടെ സ്വപ്നം അതാണ്. എന്താ? നമ്മുടെ സ്വപ്നം കാണുന്നത് കർത്താവിൻ്റെ വരവിനെ കുറിച്ചാകട്ടെ, കർത്താവിൻ്റെ കാഹളധ്വനിയെ കുറിച്ചാകട്ടെ. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു എനിക്ക് വേണ്ടപ്പെട്ടൊരു മേഡം സംസാരിച്ച പോലെ ഒരു കാഹളനാദം അവർ കേട്ടെന്നൊക്കെ പറഞ്ഞത്. സ്തോത്രം. അത് സ്വപ്നത്തിൽ അവർക്കുണ്ടായൊരു സംഭവം. യഥാർത്ഥ കാഹളമൊന്നും സമയമായില്ല, കാഹളം ധ്വനിക്കാൻ സമയമായതായിട്ട് നമുക്ക് മനസ്സിലാക്കുകയാണ്. അതിൻ്റെ പെരുമ്പറയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കി. ഈ ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി വീണ്ടും വന്നതോടുകൂടി ഒരു 3-ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസരം കുറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ നടന്നേല. അതിനു മുമ്പ് കർത്താവ് വരും. നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഈ തലമുറയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ദാസിദാസന്മാരെ ശ്രദ്ധിക്കുക. ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും. ഹല്ലേലൂയ. സ്തോത്രം. അതിന് എല്ലാ ലക്ഷണങ്ങളുമായിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾ, ഏതാനും കാലങ്ങൾ കൂടെ മാത്രമേ ഒരുപക്ഷെ ഇതുപോലൊരു അവസ്ഥയിലേക്ക് നമുക്ക് നീങ്ങാൻ പറ്റുകയുള്ളൂ. ഇതുപോലൊരു അവസ്ഥ ഇനി തുടർന്നുണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം യേശു വരാറായി. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ യേശു വരാറായി. ഹല്ലേലൂയ. ആ നിത്യ മരണത്തിന് നമുക്ക് വേണ്ടി ഹല്ലേലൂയ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. അവൻ്റെ മരണം കൊണ്ട് എന്നേക്കുമായി നാം നിത്യ മരണത്തെ ജയിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ജയാളികളാണ്, നമ്മളിപ്പോൾ ജയിക്കേണ്ടവരാണ്, ജയിക്കുന്നവരാണ്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് ഒരു ജയാളിയായി തീരുവാൻ നമുക്ക് ദൈവാരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. വളരെ പ്രതീക്ഷയോടെ ആയിരിക്കാം. നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉറപ്പായി എഴുതട്ടെ. നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ ഉറപ്പായിട്ട് എഴുതട്ടെ, ഉറപ്പായിട്ട് കാണട്ടെ. അതെ, 1-ാം പുനരുത്ഥാനത്തിൻ്റെ സമയമായി, കാഹളം ധ്വനിക്കാനായി നമുക്ക് പോകാൻ തയ്യാറാം. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഒരിക്കൽ കൂടെ ശക്തിയോടെ നമ്മുടെ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ സെഷനിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് വ്യക്തമായി ശക്തമായി ഇടപെടുവാൻ, സംസാരിക്കുവാൻ ഇടയായി. സ്വർഗീയ നാട്, ആ വിശ്വാസ നാട് വേഗം ഓടിക്കൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി ദൈവവചന സത്യങ്ങൾ 3 ചിന്തകളിലൂടെ നമ്മോട് സംസാരിച്ചല്ലോ. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. 1-ാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു. എന്നാൽ ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആദാമായി. ഹല്ലേലൂയ. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോയി.
മൂന്നാമത്തെ ചിന്ത, എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. കാഹളനാദത്തിൻ്റെ അന്ത്യത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും അതേ രൂപാന്തരപ്പെടും. എത്ര മഹനീയമായ സത്യ ആ ചിന്തകൾ നമുക്ക് ദൈവം ഗ്രഹിപ്പിക്കുവാൻ വീണ്ടും ഒന്നുകൂടെ ഹല്ലേലൂയ കേൾക്കുവാൻ ദൈവം കൃപ നൽകിയല്ലോ. നമ്മളെ തന്നെ സമ്പൂർണ്ണമായി കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. മരണത്തെക്കുറിച്ചൊക്കെ ആധികാരികമായി കർത്താവ് ഇടപെട്ടല്ലോ. തൻ്റെ ദാസൻ കൂടെ സംസാരിച്ചല്ലോ. ശാരീരിക മരണം, ആത്മീക മരണം, നിത്യമരണം. ഹല്ലേലൂയ. രണ്ടാം മരണം, അതേ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം സംഭവിക്കുകയില്ല എന്നെല്ലാം നമ്മൾ കേട്ടല്ലോ. ആത്യന്തികമായി ഹല്ലേലൂയ നാം രൂപാന്തരപ്പെട്ടവരാണ്, ക്രിസ്തുവിലായവരാണ്, പുതിയ സൃഷ്ടിയായി തീർന്നവരാണ്, നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ജഡത്തിൻ്റെ ഇച്ഛകളെല്ലാം മരിപ്പിച്ചുകൊണ്ട് ഒരു ജയസന്തോഷ ജീവിതം നയിക്കുവാനാണ് നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചത്. അതേ മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം നിനക്ക് തരുമെന്നാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാ. പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയ ജഡത്തിൻ്റെ പ്രവൃത്തികളെല്ലാം നമ്മൾ ഉരിഞ്ഞു കളഞ്ഞു. യേശുവിന് വിരോധമായി ഉയർന്നു വരുന്ന എല്ലാ ഉയർച്ചകളെയും നമ്മൾ അത് പിടിച്ചടക്കി ക്രിസ്തു കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതം, ക്രിസ്താനുരൂപമായ ഒരു ജീവിതമാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഓട്ടക്കളം ഓടിത്തീർക്കേണ്ടവരാണ്, ജയിക്കുന്നവരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, എല്ലാവരും സമർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, ഇന്നത്തെ ഉപവാസ പ്രാർത്ഥന ഇത്രത്തോളം അനുഗ്രഹിച്ചു. ഉപവസിക്കുന്നവരെല്ലാം ഓർത്തും കൊണ്ടും നാളത്തെ തുടർമാനമായി നടക്കുന്ന എല്ലാ ഉപവാസ പ്രാർത്ഥനകളെയും ദൈവദാസന്മാരെ എല്ലാം ശക്തമായി ഉപയോഗിക്കേണ്ടതിനും കടന്നു വന്നവരെല്ലാം അനുഗ്രഹത്തോടെ മടങ്ങിപ്പോകേണ്ടതിനും എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ പാസ്റ്റർ എസ്.കെ. പ്രസാദ് അവരുകൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ മീറ്റിംഗ്, ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അൻപുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതും വിലയേറിയതും ശ്രേഷ്ഠകരവുമായ ക്രമീകരിക്കപ്പെട്ട ഉപവാസ പ്രാർത്ഥനയുടെ ഈ ഇന്നലെ രാത്രിക്കായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഇന്ന് രാത്രിയിൽ അങ്ങ് ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി, നല്ല വചന ചിന്തകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ തന്നെ ഇന്ന് രാത്രിയിൽ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ വരവിനായി പാരിൽ നോക്കി പറക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയോടെ ഞങ്ങൾ പറന്നുയരുന്നതിന്, നിത്യത ഞങ്ങൾ അവകാശമാക്കുന്നതിന് തടസ്സമായി ഒന്നാം മനുഷ്യനായ ആദാമിൻ്റെ ജീവിതത്തിലുണ്ടായ പരാജയങ്ങൾ, പാപത്തിൻ്റെ ഇച്ഛകൾ, പാപത്തിൻ്റെ ശക്തികൾ ഞങ്ങളുടെ ഈ പാരിൽ ജീവിതത്തിൽ സ്വാധീനിച്ച് ഞങ്ങളെ പരാജയത്തിലേക്ക് നയിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ഇന്ന് രാത്രിയിൽ കേട്ട ദൈവജന സന്ദേശത്തിലൂടെ പാപത്തെ ജയിച്ച്, പാപത്തിൻ്റെ ഇച്ഛാശക്തികളെ ജയിച്ച്, പാപത്തിൻ്റെ രാഗമോഹങ്ങളെ ആത്മാവിൽ ജയിച്ചുകൊണ്ട് ഒടുക്കത്തെ യാഥാമായ ക്രിസ്തുവിനാലുള്ള ആത്മാവിനാലുള്ള ജയമേറ്റെടുത്തുകൊണ്ട് ഒരു ജയകരമായ ക്രൈസ്തവ ജീവിതം ഈ പാരിൽ പടുത്തുയർത്തുവാൻ വേണ്ടിയ എല്ലാ ആത്മശക്തിയും ഈ നാളുകളിൽ ഉയരത്തു നിന്ന് പകർന്ന് ദൈവകൃപയാൽ ജയോത്സവത്തോടെ സഭയായി ഞങ്ങളെ അങ്ങ് ജയകരമായി നടത്തേണ്ടതിനായി ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ പാപത്തിൻ്റെ സ്വാധീനങ്ങളും അഴിയട്ടെ, എല്ലാ പൈശാചിക തന്ത്രങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നീങ്ങട്ടെ. ആമേ, ക്രിസ്തുവിനാലുള്ള പൂർണ്ണ കൈമുതലാക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും കർത്താവ് ഞങ്ങളോട് മനഃപൂർവ്വമായി ക്ഷമിച്ചുകൊണ്ട് ഈ പാരിൽ പരിശുദ്ധ ജീവിതത്തിനായി, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിനായി അങ്ങ് ഞങ്ങൾ എല്ലാവരെയും ഒരുക്കിയായിട്ട് ഞങ്ങൾ അങ്ങയോട് ആമേ പ്രാർത്ഥിച്ചുകൊണ്ട് പഴയ മനുഷ്യനെ ഉരിഞ്ഞുകൊണ്ട് പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ദൈവകൃപയാൽ കർത്താവേ ആമേ പാരിൽ ജീവിതം നയിപ്പാൻ അങ്ങ് ഞങ്ങൾ എല്ലാവരെയും സഹായിച്ചു കൊള്ളുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു, ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. തലമുണക്കിരിക്കുന്ന നമ്മുടെ ജനത്തിനായി സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. അവൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാവരെയും കർത്താവ് തുറന്നും സഹായിച്ചാട്ടെ, ബലപ്പെടുത്തിയാട്ടെ. പുത്തൻ തീരുമാനത്തോടെ സമർപ്പണത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുവാൻ എല്ലാവരും ഇവിടുന്ന് സഹായിച്ചു കൊള്ളുമാറാകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നാളുകളിൽ ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് ദൈവജന ശുശ്രൂഷിക്കേണ്ട എല്ലാ ശ്രേഷ്ഠ അഭിഷിക്തന്മാരെയും അവിടെ നിങ്ങൾ സഹായിക്കുകയും തക്ക സമയത്ത് അങ്ങ് ഞങ്ങളുടെ നടുവിൽ കൂട്ടിവരുത്തുകയും ചെയ്യുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭാഗികമായി പൂർണ്ണമായി ഉപവസിക്കുന്ന എല്ലാവരെയും തുറന്നു കർത്താവ് സഹായിച്ചാട്ടെ, ബലപ്പെടുത്തിയ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായി ദൈവജന ശുശ്രൂഷ അഭിഷിക്തന്മാർ
തന്നെ തുറന്നും കർത്താവ് സഹായിക്കുമാറാകണമേ. ശക്തിയോടെ അധികാരത്തോടെ കാലഘട്ടത്തിൽ മൂർച്ചയുള്ളയുധമായി ഉപയോഗിക്കപ്പെടുവാൻ കൃപയാൽ അവിടെ സഹായിച്ചു കൊള്ളുമാറാകണം. ബലമുള്ള കരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കൃപയ്ക്കായി ഞങ്ങൾ ഒരു വട്ടം കൂടി താഴ്ത്തുന്നു, ഏൽപ്പിക്കുന്നു. ചോദിച്ചില്ലെന്ന് നമ്മളെ കൊണ്ട് നിറച്ചാട്ട് വരവിനായി ഞങ്ങൾ എല്ലാവരും ഒരുക്കണം. പ്രാർത്ഥന കിട്ടുന്ന മുഴുമകത്വം അങ്ങ് തന്നെ എടുത്തുകൊള്ളുമാറാകണം. സകലം ഞങ്ങൾക്കായി കാൽവരി ജീവന വെടിഞ്ഞ യേശു ക്രിസ്തുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഐശ്വര്യമായി ദൈവവചനം ശുശ്രൂഷിച്ച നമ്മുടെ സ്റ്റേറ്റ് വൈസ് പ്രസിഡൻ്റായ ബഹുമാന്യ പാസ്റ്റർ ആർ സി കുഞ്ഞുമോനോ സഭയുടെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. തുടർന്ന് എല്ലാവരും നാളത്തെ ആരാധനയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും കടന്നു വരികയും ചെയ്യുക. ഇപ്പോൾ ബഹുമാന്യ പാസ്റ്റർ എം എ വർഗീസ് അവരുകൾ ആശീർവാദം പറഞ്ഞ് നമ്മുടെ ഈ മീറ്റിംഗ് അവസാനിക്കും. നാളെ കൃത്യം 10:30 മണിക്ക് ഉപവാസ പ്രാർത്ഥന ഇവിടെ പ്രാർത്ഥിച്ചാരംഭിക്കുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരുക. നാളെ പകലും രാത്രിയിലും ശുശ്രൂഷിക്കുന്നത് പാസ്റ്റർ ജോബി വയനാടാണ്. പ്രാർത്ഥനയിൽ ഓർക്കുക. കർത്താവിൻ്റെ ദാസനെ ദൈവശക്തിയോട് ഉപയോഗിക്കട്ടെ. കണ്ണുകളടയ്ക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ, വിശേഷാൽ ഇന്ന് കർത്താവെ അവിടുത്തെ വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ വിലയേറിയ ദാസൻ്റെ മേൽ, ഇവിടെ ഉപവാസത്തോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, ആമീൻ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം.